ഈഷ്കയും മീൽക്കയും. ഞാനും സഹോദരിയും സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ബഹുമതി പത്രങ്ങളുമായി ഉടൻ തന്നെ ഞങ്ങൾ തോട്ടത്തിലേക്ക് ഓടി. മിടുക്കികൾ, അമ്മ ഞങ്ങളെ അഭിനന്ദിച്ചു. രണ്ടുപേർക്കും ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നു. ഇത്ര നന്നായി പഠിച്ചതിന് ഞാനും അച്ഛനും എന്തെങ്കിലും നിങ്ങൾക്ക് വാങ്ങിത്തരേണ്ടതാണ് അല്ലേ? അമ്മ അച്ഛനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സോനിയ എന്നെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു, അവരോടത് പറയൂ. ഉദ്വേഗം കൊണ്ട് ഞാൻ ചുമച്ചു. ഞങ്ങൾക്ക് സമ്മാനമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു. അതെന്താ? ഞങ്ങൾക്ക് സമ്മാനം വേണ്ടാത്തത് കൊണ്ടല്ല. അതിനു പകരം ഞങ്ങൾക്ക് ഓരോ റൂബിൾ തന്നാൽ മതി. ഇനി എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ബഹുമതി പത്രം വാങ്ങും. ഒരു കഴുതയെ വാങ്ങാനായി ഞങ്ങൾ കിട്ടുന്നതെല്ലാം സൂക്ഷിച്ചു വെക്കുകയാണ്. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഇപ്പോൾ എന്തുണ്ട് സമ്പാദ്യം? ഞങ്ങൾ കഴിഞ്ഞ ശൈത്യകാലത്ത് തുടങ്ങിയതാണ് ഈ പദ്ധതി. ഇപ്പോൾ ഒരു റൂബിലും 55 കൊപ്പയ്ക്കും ഞങ്ങളുടെ കയ്യിലുണ്ട്, അഭിമാനത്തോടെ നതാഷ പറഞ്ഞു. അവൾക്ക് 5 വയസ്സേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഞങ്ങളുടെ ഖജാൻജി അവളായിരുന്നു. കൂട്ടത്തിൽ പിശുക്കി അവളായിരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആ ജോലി അവളെ ഏൽപ്പിച്ചത്. കൃത്യം ഒരു റൂബിൾ 55 കൊപ്പയ്ക്ക്. കാണിച്ചു തരണോ? നിനക്കും ഇതിൽ പങ്കുണ്ടോ? നീ സ്കൂളിൽ പോകുന്നില്ലല്ലോ, നിനക്ക് ഉച്ചഭക്ഷണത്തിന് കാശും കിട്ടുന്നില്ല, പിന്നെങ്ങനെ? ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് കിടന്നു കിട്ടിയ 15 കൊപ്പയ്ക്ക് ഞാൻ ഡപ്പയിലിട്ടു. അച്ഛൻ തൂമ്പ നിലത്ത് കുത്തി നിർത്തിയിട്ട് പോക്കറ്റിൽ കൈയിട്ടു. നിങ്ങളുടെ കമ്പനിയിൽ ഞാനും ഒരു ഷെയർ എടുത്ത് കളയാം. എന്നെക്കൂടെ നിങ്ങൾ പങ്കാളിയാക്കുമോ? ഇതാ എൻ്റെ 5 റൂബിൾ, ഇതെൻ്റെ പങ്കാണ്. നിങ്ങളുടെ സമ്പാദ്യം കൂടി എടുത്തുകൊണ്ട് ചന്തയിലേക്ക് ഓടിക്കോ. ഇപ്പോഴോ? ഇന്ന് തന്നെയോ? അരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ ചുട്ടുപൊള്ളുന്ന പൊടി നിറഞ്ഞ റോഡിലൂടെ വെറും കാലിൽ നടന്ന് കന്നുകാലി ചന്തയിലേക്ക് പോയി. സോനിയാണ് മുൻപിൽ നടന്നത്. പണം അവളുടെ കയ്യിലായിരുന്നു. അത് താഴെ കളയാതിരിക്കാൻ അവൾ വളരെ ശ്രദ്ധിച്ചു. ഞാൻ അവളുടെ തൊട്ടടുത്ത് നടന്നു. എൻ്റെ കണ്ണുകൾ സോനിയയുടെ ചുരുട്ടിപ്പിടിച്ച കയ്യിന്മേൽ തന്നെയായിരുന്നു. അനിയത്തിമാരായ യൂലിയയും നതാഷയും സന്തോഷത്തോടെ സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പിന്നാലെ നടന്നു. വഴിയിൽ ഇടയ്ക്കിടെ ഞങ്ങളെ ഭയം പിടികൂടും. കയ്യിലിരിക്കുന്നത് 5 റൂബിൾ നോട്ട് തന്നെയാണോ? അതവിടെ തന്നെ ഉണ്ടോ? ഞങ്ങൾ പെട്ടെന്ന് നടപ്പ് നിർത്തും. സോനിയ വിയർത്ത കൈപ്പടം നിവർത്തി നോക്കും. അതെ, ആ നനവാർന്ന കടലാസ് കഷ്ണം 5ൻ്റെ നോട്ട് തന്നെ. ഇന്ന് തന്നെ ജീവനുള്ള ഒരു കഴുത ഞങ്ങളുടെ സ്വന്തമായി തീരും. പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്തായിരുന്നു ചന്ത. തണലും കുളിർമയുള്ള പല തെരുവുകളും ചുട്ടുപൊള്ളുന്ന പല കവലകളും ഞങ്ങൾ പിന്നിട്ടു. പൊടിമണ്ണ് വല്ലാതെ ചൂട് പിടിച്ചിരുന്നതുകൊണ്ട് ഞങ്ങളുടെ കാലുകൾ വേദനിച്ചു. ചുട്ടുപൊള്ളുന്ന കവലകളിലെത്തുമ്പോൾ ഞങ്ങൾ അതിവേഗം ഓടും. ജലസേചനത്തിന് വെട്ടിയിട്ടുള്ള തോടുകളുടെ അരികിലെത്തുമ്പോൾ അവിടെ ഇരുന്ന് തണുത്ത വെള്ളത്തിൽ മുക്കി കാലുകൾ തണുപ്പിക്കും. ചുട്ടുപൊള്ളുന്ന ഒരു മൈതാനത്തിൻ്റെ നടുക്കായിരുന്നു കന്നുകാലി ചന്ത. പലതരം ജന്തുക്കളുടെ മുറവിളികളും ചാട്ടവാറുകൾ വീശുന്ന ശബ്ദവും ആളുകളുടെ അട്ടഹാസങ്ങളും ദൂരെ നിന്നേ കേൾക്കാമായിരുന്നു. കൂട്ടം കൂട്ടമായി ചന്തയിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്ത പശുക്കളും കുതിരകളും ആടുകളും മൈതാനം സജീവമാക്കി. ആ ബഹളത്തിനിടയിൽ ഞങ്ങൾ പരസ്പരം ചേർന്ന് നിന്നു. എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തീർച്ചയില്ലായിരുന്നു. അതാ നമ്മുടെ പേത്യ, പേത്യ, ഞങ്ങൾ ഉറക്ക വിളിച്ചു. നിങ്ങൾ എന്തിനാണ് അലറുന്നത്? ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങളുടെ അയൽക്കാരൻ്റെ മകൻ അടുത്തു വന്ന് ചോദിച്ചു. കൂടുതൽ ഗൗരവം തോന്നിക്കാൻ വേണ്ടി അവൻ തൊപ്പി കണ്ണുകൾക്ക് മുകളിലേക്ക് വലിച്ചു വെച്ചു. എന്നാൽ ഞങ്ങൾ അവിടെ വന്നതെന്തിനാണെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. അവൻ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ പിറകെ വന്നതാണ്. തനിക്കൊന്നും അറിയില്ലെന്ന് അവൻ വെറുതെ നടിക്കുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്കൊരു കഴുതയെ വാങ്ങണമല്ലേ? പക്ഷേ അതേപ്പറ്റി അറിയാവുന്ന ആരെയെങ്കിലും സഹായത്തിന് വിളിക്കണം. ഇല്ലെങ്കിൽ അവർ നിങ്ങളെ പറ്റിക്കും. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിന് നീ തന്നെ മതി പേത്യ. നിനക്ക് കഴുതകളുടെ കാര്യത്തിൽ നല്ല നിശ്ചയമുണ്ടല്ലോ. അങ്ങനെ തന്നെ. പക്ഷേ എന്നോട് ഇതേപ്പറ്റി പറയാതെ നിങ്ങൾ ഇങ്ങോട്ട് ചാടിപ്പുറപ്പെട്ടത് എന്തിനാണ്? അവർ നിങ്ങളെ കുരങ്ങ് കളിപ്പിച്ചേനെ. സുഖക്കേട് പിടിച്ച വല്ല കഴുതകളെയും വാങ്ങിക്കൊണ്ട് നിങ്ങൾ ആഹ്ലാദത്തോടെ വീടെത്തുമായിരുന്നു. അതൊക്കെ ഭാവനയിൽ കണ്ട് ഭയപ്പാടോടെ ഞങ്ങൾ അവൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടു. അതിനുശേഷം ഞങ്ങൾ ആട്ടിൻകുട്ടികളെപ്പോലെ വഴക്കമുള്ളവരായിത്തീർന്നു. ഏതായാലും പേത്യ, നിന്നെ കണ്ടത് ഞങ്ങളുടെ ഭാഗ്യം. ആവശ്യമുള്ളിടത്തൊക്കെ നീ എങ്ങനെയോ വന്നു ചേരും. ഞങ്ങൾ സ്റ്റാളുകളുടെ മുൻപിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഈ കഴുതയെ വിൽക്കാനാണോ? അതെ. എന്ത് തരണം? 10 റൂബിൾ. 3 റൂബിൾ തരാം. ഭ്രാന്തൻ. വില പേശുന്നതിൽ സമർത്ഥനായിരുന്നു പേത്യ. വിൽപ്പനക്കാർ അവനെ ചീത്ത പറഞ്ഞു തുടങ്ങി. പേത്യ, അതാ ആ വലിയ കറുത്ത കഴുതയെ കണ്ടോ? അത്തരം ഒന്നിനെയാണ് നമുക്ക് വേണ്ടത്. എന്ത് വിലയ്ക്ക് കൊടുക്കും? 7 റൂബിൾ. 6.5. നിങ്ങൾ ഇടയ്ക്ക് കയറി തലയിടുകയാണെങ്കിൽ ഞാൻ ഇതാ പോകുന്നു. പേത്യ സോനിയയോട് തട്ടിക്കയറി. പിന്നെ ഇഷ്ടം പോലെ ചെയ്യാം. സോന്യ പിന്നെ ഒന്നും മിണ്ടിയില്ല. പേത്യ കഴുതയുടെ ഉടമസ്ഥൻ്റെ നേരെ തിരിഞ്ഞു. ഇതിന് 4 റൂബിളിൽ ഒറ്റ കൊപ്പെ കൂടുതൽ കിട്ടുകയില്ല. ശരി, 4ന് കച്ചവടം ഉറപ്പിക്കാം. സോന്യ ചുരുട്ടിപ്പിടിച്ച മുഷ്ടി തുറന്നു. വരട്ടെ സോന്യ.
കാശ് ചിലവാക്കാൻ ധൃതി കൂട്ടേണ്ട. നമുക്ക് ആദ്യം അതിനെ ഒന്ന് ഓടിച്ചു നോക്കാം. പക്ഷേ അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും. ശരിയാണ് പേത്യ, നീ അതിൻ്റെ പുറത്ത് കയറി നോക്ക്. ഞങ്ങൾ കാണാനായി നിലത്തിരുന്നു. പേത്യ കഴുതയുടെ പുറത്ത് കയറിയിരുന്ന് അതിനെ ഓടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ കഴുത മുടന്തനായിരുന്നു. ഞങ്ങൾ വീണ്ടും തിരഞ്ഞു തുടങ്ങി. ചാരനിറമുള്ള ഒരു ചെറിയ കഴുത നിൽക്കുന്നത് ഞാൻ കണ്ടു. അത് വിഷാദത്തോടെ ഒരു വശത്തേക്ക് മാറി നിൽക്കുകയായിരുന്നു. 2 വലിയ വിറകുകെട്ടുകൾ അതിൻ്റെ പുറത്തുണ്ടായിരുന്നു. ഇരുവശത്തും നിലത്ത് മുട്ടിക്കിടന്ന ആ വിറകുകെട്ടുകളുടെ ഇടയിൽ അതിനെ കഷ്ടിച്ച് മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. ഒരു കൂന വിറകിനിടയിൽ ചാരനിറമുള്ള ഒരു ചെറിയ തല, ബുദ്ധികൂർമ്മത സ്ഫുരിക്കുന്ന 2 കണ്ണുകൾ, നനുനനുത്ത 2 ചെവികൾ. കൂടുതലൊന്നും കാണാൻ കഴിഞ്ഞില്ല. എത്ര ഓമനത്വമുള്ള മുഖം! യൂലിയ അതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു. അതിന് വല്ലാത്ത നാണം. വാല് താഴ്ത്തിയിട്ടുകൊണ്ടാണ് അത് അവിടെ നിൽക്കുന്നത്, നതാഷ സന്തോഷത്തോടെ പറഞ്ഞു. ഇത്ര നല്ലൊരു കഴുതയെ ആരും വിൽക്കുകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ വിൽക്കാനായിരിക്കും. നമുക്ക് ചോദിച്ചു നോക്കാം. അന്വേഷിച്ചപ്പോൾ അതിനെ വിൽക്കാൻ കൊണ്ടുവന്നതാണെന്ന് മനസ്സിലായി. എന്ത് തരണം? 8 റൂബിൾ. വില അല്പം കുറയ്ക്കാൻ 5 ശബ്ദങ്ങൾ ഒരുമിച്ച് അയാളോട് യാചിച്ചു. ഹോ, ഞങ്ങൾ അയാളോട് എത്ര കെഞ്ചിയെന്നോ! കച്ചവടം ഉറപ്പിക്കാൻ വേണ്ടി പേത്യ 1 ഡസൻ തവണ അയാളുടെ കൈ പിടിച്ചു കുലുക്കി. നതാഷ അപേക്ഷാഭാവത്തിൽ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. 6.5 പോരെ, 6.5 പോരെ, സോന്യ പലവരും ആവർത്തിച്ചു. ഒടുവിൽ കഴുതയുടെ പുറത്തിരുന്ന വലിയ വിറകുകൾ എടുത്തു മാറ്റിയിട്ട് അതിൻ്റെ കഴുത്തിൽ കെട്ടിയിരുന്ന കയർ ഔപചാരികമായി അയാൾ ഞങ്ങളെ ഏൽപ്പിച്ചു. തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്കുള്ള ദൂരം ഞങ്ങൾ അറിഞ്ഞില്ല. എല്ലാവരും ഒരുമിച്ച് സംസാരിക്കുകയും കാരണമൊന്നുമില്ലാതെ തന്നെ പൊട്ടിച്ചിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതാ നമ്മൾ വീടെത്തിക്കഴിഞ്ഞു. ഗേറ്റ് തുറക്കാൻ മുൻപോട്ട് ഓടുന്നതിനിടയിൽ സോന്യ പറഞ്ഞു. പേത്തിയാണ് ആദ്യം ഉള്ളിൽ കടന്നത്. ഞാനും യൂലിയയും കയറിൻ്റെ അറ്റം പിടിച്ചുകൊണ്ട് നടന്നു. നതാഷ കഴുതയുടെ പുറത്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ കച്ചവടം എല്ലാവർക്കും ബോധിച്ചു. എന്നാൽ വാങ്ങിയത് ഒരു പെൺകഴുതയാണെന്ന് അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അത് നല്ലത് തന്നെ. നമുക്ക് ഒരുപാട് കഴുതക്കുട്ടികളുണ്ടാവുമല്ലോ. ഞങ്ങൾ ഈഷ്ക എന്ന് അവൾക്ക് പേരിട്ടു. അവൾക്ക് കഷ്ടിച്ച് 1 വയസ്സു പ്രായവും ഒരു പശുക്കിടാവിൻ്റെ വലിപ്പവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കസാഖിസ്ഥാൻ കഴുതകൾക്ക് സാധാരണ 1 മീറ്ററിൽ കൂടുതൽ പൊക്കം വയ്ക്കാറില്ല. ക്രിസ്തുമസ് മുതൽ നതാഷ ശേഖരിച്ചു വെച്ചിരുന്ന ഉറപ്പുള്ള ബിസ്ക്കറ്റുകൾ സസന്തോഷം ചവച്ചുകൊണ്ട് ഈഷ്ക പൂമുഖത്തിന് മുൻപിൽ നിന്നു. ഈഷ്കയ്ക്ക് ഒരു എലിയുടെ ചാരനിറമായിരുന്നു. അവളുടെ വാലിൻ്റെ അറ്റത്ത് മൃദുവായ രോമം ഒരു ബ്രഷ് പോലെ വളർന്നു നിന്നു. വാല് മുതൽ ചെവി വരെ ഒരു കറുത്ത വരയും തോളിൽ വിലങ്ങനെ മറ്റൊരു കറുത്ത വരയും അവൾക്കുണ്ടായിരുന്നു. ചുരുണ്ട് നീളം കുറഞ്ഞ് എഴുന്നു നിന്ന അവളുടെ കുഞ്ചുരോമത്തിനും സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചെവികൾക്കും കറുപ്പ് നിറമായിരുന്നു. എന്നാൽ അവളുടെ നനുനനുത്ത വയറും മൂക്കും കാലുകളും വെളുത്തതായിരുന്നു. ഞങ്ങൾ അവളുടെ വാലിലും കുഞ്ചുരോമത്തിലും പറ്റിപ്പിടിച്ചിരുന്ന കാട്ടുകായകൾ എടുത്തു കളഞ്ഞു. അവളുടെ ദേഹമാകെ ചീകി മിനുക്കി. ഈഷ്ക കൂടുതൽ സുന്ദരിയും പ്രിയങ്കരിയുമായി തീർന്നു. നെറ്റിയിൽ തഴച്ചു വളർന്ന കുറേ രോമങ്ങൾ കണ്ണുവരെ നീണ്ടുകിടന്നതുകൊണ്ട് അവൾ പുരികങ്ങൾക്കിടയിലൂടെ ഒളിഞ്ഞു കിടക്കുകയാണെന്ന് തോന്നിച്ചു. ഞങ്ങൾ അവളെ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി പുല്ല് ധാരാളമുള്ള ഒരിടത്ത് മേയാൻ വിട്ടു. ഈഷ്ക ഏതാനും പുൽനാമ്പുകൾ കടിച്ചു നോക്കി. ഞങ്ങളെ ഒന്ന് നോക്കിയിട്ട് അവൾ നേരെ വീടിൻ്റെ പിൻഭാഗത്തേക്ക് നടന്നു. നടപ്പിനൊത്ത് അവളുടെ തല ഉയരുകയും താഴുകയും ചെയ്തു. പിൻവശത്തെ മുറ്റത്തായിരുന്നു ഞങ്ങളുടെ കുപ്പക്കൊഴി. അതിനു ചുറ്റും ചൊറിയണവും മുൾച്ചെടികളും വളർന്നു നിന്നിരുന്നു. ഞങ്ങൾ അത്ഭുതത്തോടെ ഈഷ്കയുടെ പിന്നാലെ ചെന്നു. മുള്ളുകൾ നിറഞ്ഞ വലിയ ഒരില കടിച്ചെടുത്ത് ഈഷ്ക ചവച്ചു തുടങ്ങി. വേഗം അതെടുത്തു മാറ്റൂ, വേഗം, നതാഷ വിളിച്ചു പറഞ്ഞു. പാവം ഈഷ്ക, അവളുടെ വയറ്റിൽ മുഴുവൻ മുള്ളു കയറും. ഞങ്ങൾ ആ ഇല വലിച്ചെടുക്കാൻ തോന്നി. പക്ഷേ ഈഷ്ക കുപിതയായി. അവൾ ചെവികൾ തലയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ നേരെ നോക്കി തല കുലുക്കി. ഞാനിതാ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് സോന്യ കുഴപ്പമെന്തെന്ന് ചോദിക്കാൻ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി. മുൾച്ചെടികളിലെ വിഷം തിന്ന് ആത്മഹത്യ ചെയ്യാനാണോ ഈഷ്കയുടെ ഭാവം? സോന്യ വേഗം തിരിച്ചു വന്നു. ഞങ്ങളെ ഒരു വശത്തേക്ക് തള്ളി മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു തുടങ്ങി. അതിഷ്ടമുള്ളത് തിന്നോട്ടെ. അതിന് അപകടകരമായ ഒന്നും അത് തിന്നുകയില്ല. കഴുതകൾ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ജീവിക്കുന്നത്. അവിടെ വെയിലേറ്റ് പുല്ലുകൾ വേഗം കരിയുന്നു. എന്നാൽ മുൾച്ചെടികൾ അവിടെ സുലഭമാണ്. നല്ല സ്വാദും ധാരാളം നീരുമുള്ള മുൾച്ചെടികൾ തിന്നുന്നത് കൊണ്ട് അപകടമൊന്നുമില്ല. മുള്ളുകളെപ്പറ്റിയും ഭയപ്പെടേണ്ട. അവ ഈഷ്കയെ മുറിവേൽപ്പിക്കുകയില്ല. സോന്യ എല്ലാം വളരെ സമർത്ഥമായി വിശദീകരിച്ചു. അവളുടെ നിൽപ്പും ഭാവവും അവൾക്ക് ഇതൊക്കെ പണ്ടേ അറിയാമായിരുന്നുവെന്ന് തോന്നിച്ചു. മുറ്റത്ത് വലിയൊരു സംഘം കുട്ടികൾ കൂടി നിന്നിരുന്നു.
അവരെല്ലാം അത്ഭുതത്തോടെ സോനിയ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ എൻ്റെ ക്ഷമ നശിച്ചു. ഞാൻ പറഞ്ഞു, നീയൊരു പൊങ്ങച്ചക്കാരിയാണ് സോനിയ. നീ തന്നെ ഇക്കാര്യം ഇപ്പോൾ മാത്രമാണ് മനസ്സിലാക്കിയത്. ഉഷ്ണമേഖലാ പ്രദേശം എങ്ങനെയായാൽ ഞങ്ങൾക്കെന്താണ്? എന്തായാലും ഇതൊരു ഉഷ്ണമേഖലാ പ്രദേശമല്ല. ക്ഷോഭം കൊണ്ട് ഞാൻ ആകെ വിയർത്തു. കുപ്പക്കുഴിയുടെ മുകളിൽ ഈച്ചകളും തേനീച്ചകളും വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്നു. ഈഷ്ക ചാരക്കൂനയിൽ കിടന്നുരുണ്ടപ്പോൾ മേഘം പോലെ പൊടി മുകളിലേക്ക് ഉയർന്നു. ഞാൻ പറഞ്ഞത് കേട്ട ഭാവം വയ്ക്കാതെ സോന്യ കഴുതകളെപ്പറ്റി ഒരു പണ്ഡിതയെപ്പോലെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും ഞങ്ങൾ ഒരു ചെറിയ തൊഴുത്തുണ്ടാക്കി കഴിഞ്ഞു. ഞങ്ങൾ തീറ്റത്തൊട്ടിയുടെ സ്ഥാനത്ത് ഒരു കട്ട വച്ചു. നിലത്ത് കുറേ വൈക്കോൽ വിരിച്ചു. ഈഷ്കയെ ഞങ്ങൾ പുതിയ തൊഴുത്തിൽ കയറ്റി. പക്ഷേ അവൾക്ക് പുതിയ പാർപ്പിടം തീരെ ഇഷ്ടമായില്ല. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അഴിയുടെ ഇടയിലൂടെ അവൾ ഞെങ്ങി ഞെരുങ്ങി പുറത്തു കടന്നു. കുതിരകൾ കളപ്പുരയുടെ അടുത്ത് നിന്ന് ഉറക്ക മുക്രയിട്ടുകൊണ്ട് പുല്ല് തിന്നുകയായിരുന്നു. പശു മുറ്റത്തിന് നടക്ക് നിന്നിരുന്നു. പട്ടികൾ കമ്പിളിപ്പന്തുകൾ പോലെ ചുരുണ്ടുകൂടി ഉറക്കമായിരുന്നു. അവയുടെ മേൽ മൂക്കുമുട്ടിച്ചുകൊണ്ട് ഈഷ്ക അവയ്ക്കിടയിലൂടെ നടന്നു. പട്ടികൾ ഉറക്കത്തിൽ മുറുമുറുത്തു. പക്ഷേ ഈഷ്ക പിൻവാങ്ങിയില്ല. ഒടുവിൽ പട്ടികളെല്ലാം ഉണർന്ന് ദേഷ്യത്തോടെ അവളെ നോക്കി കുരച്ചു തുടങ്ങി. അവൾ ചെവികൾ പിന്നോക്കം പിടിച്ച് പല്ലിളിച്ചുകൊണ്ട്, നിങ്ങൾക്കെന്നെ മനസ്സിലായിട്ടില്ല, ഞാൻ അടുത്തുള്ളപ്പോൾ കരുതിയിരിക്കണം എന്ന് പറയുന്ന മട്ടിൽ തലകുലുക്കി. ഈഷ്ക പശുവിനെ കണ്ടു. അവൾ പിറകിൽ കൂടി ചെന്ന് അതിൻ്റെ കാലിൽ കടിച്ചു. പശു തൊഴിച്ചു. അത് തലതിരിച്ച് ഈഷ്കയെ കുത്താൻ തയ്യാറായി നിന്നു. ഈഷ്ക ഒരു ഭയങ്കരിയാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അവൾ പല്ലിളിച്ചുകൊണ്ട് ആ പാവം വയസ്സി പശുവിനെ തൊഴിക്കുകയും കടിക്കുകയും ചെയ്തു തുടങ്ങി. ഒടുവിൽ പശു പേടിച്ചോടി. ഈഷ്ക പിന്നാലെ പാഞ്ഞു. അതിനുശേഷം ഈഷ്ക ശക്തിയായി ഒന്ന് വാലാട്ടിയാലുടൻ ആ പശു വാണം വിട്ടതുപോലെ ഓടി മറയും. ഈഷ്കയുടെ ആഗ്രഹവും അതുതന്നെയായിരുന്നു. അവൾക്ക് ദംഷ്ട്രകളോ കൂർത്ത നഖങ്ങളോ കൊമ്പുകളോ ഇല്ല. സത്യത്തിൽ സ്വയരക്ഷയ്ക്കുള്ള യാതൊരു ഉപായവും അവൾക്കുണ്ടായിരുന്നില്ല. അവളുടെ വടിവൊത്ത ചെറിയ കുളമ്പുകൾ കണ്ടാൽ ആർക്കും പേടി തോന്നുകയില്ല. ധൈര്യവും പിടിവാശിയും ഒന്നുകൊണ്ട് മാത്രമാണ് മറ്റു മൃഗങ്ങൾ അവളെ വകവച്ചത്. ഈഷ്കയ്ക്ക് നല്ല തൻ്റേടമുണ്ടായിരുന്നു. മറ്റു മൃഗങ്ങളെല്ലാം അവളെ മാനിച്ചു. ചില മൃഗങ്ങൾ അവളെ ഭയപ്പെടുക പോലും ചെയ്തിരുന്നു. ബുദ്ധിമതിയായ ഈഷ്കയുടെ ഭയങ്കരവും സുധീരവുമായ ആക്രമണം ശത്രുക്കളെ പിൻവാങ്ങാൻ നിർബന്ധിതരാക്കി. ആദ്യത്തെ ഒരാഴ്ച ഞങ്ങൾ ഈഷ്കയുടെ പുറത്ത് കയറിയില്ല. അവൾ ഞങ്ങളോട് ശരിക്കിണങ്ങിക്കഴിഞ്ഞ് അവളുടെ പുറത്ത് സവാരി ചെയ്താൽ മതിയെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങൾ ഈഷ്കയെ തലോടുകയും അവൾക്ക് റൊട്ടിയും പഞ്ചസാരയും തിന്നാൻ കൊടുക്കുകയും ചെയ്തു. താമസിയാതെ ഈഷ്കയ്ക്ക് ഞങ്ങളെ ഓരോരുത്തരെയും തിരിച്ചറിയാറായി. അവൾക്ക് യൂലിയയെയും നതാഷയെയുമായിരുന്നു കൂടുതൽ ഇഷ്ടം. അവരിരുവരും ദിവസം മുഴുവൻ ഈഷ്കയുടെ ശുശ്രൂഷയിൽ മുഴുകി. അവർ അവളുടെ വാലും കുഞ്ചുരോമവും ചീകിയൊതുക്കി, കുളമ്പുകൾ തേച്ചു മിനുക്കി. ഒരിക്കൽ സോന്യയും ഞാനും കൂടി കുതിരയെ കുളിപ്പിക്കുകയായിരുന്നു. ഞങ്ങൾ അതിനെ ഒരു കുറ്റിയിൽ കെട്ടിയിട്ട് തോട്ടിൽ നിന്ന് വെള്ളം കോരി അതിൻ്റെ ദേഹത്തൊഴിച്ചു. കുതിരയ്ക്ക് കുളിക്കാൻ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ വെള്ളം അതിൻ്റെ പുറത്തേക്ക് ഒഴിക്കുമ്പോൾ അത് ജാഗ്രതയോടെ കണ്ണുരുട്ടി എന്നുവത് നേര് തന്നെ. എന്നാൽ വെള്ളച്ചാലുകൾ പള്ളകളിലൂടെ ഒഴുകി തുടങ്ങുമ്പോൾ അത് ആഹ്ലാദത്തോടെ മുക്രയിടുകയും മുന്നിൽ വെള്ളമുണ്ടെന്ന് ഭാവന ചെയ്ത് അത് തട്ടിത്തെറിപ്പിക്കുന്ന വിധം നൃത്തമാടുകയും ചെയ്തിരുന്നു. കുതിരയെ കുളിപ്പിച്ചു കഴിഞ്ഞ ഉടൻ നതാഷയും യൂലിയയും ഈഷ്കയെയും കൊണ്ട് അവിടെ എത്തി. അവർ അവളെയും ആ കുറ്റിയിൽ കെട്ടി കുളിപ്പിക്കാൻ ഒരുങ്ങി. ഈഷ്കയ്ക്ക് അത് തീരെ രസിച്ചില്ല. അവൾ കയറ് പൊട്ടിക്കാൻ തുടങ്ങി. വെള്ളം പുറത്തു വീണാൽ അവൾ നാലുപാടും തൊഴിക്കും. ദേഹം നനഞ്ഞപ്പോൾ പപ്പും പൊടിയും പറിച്ച കോഴിക്കുഞ്ഞിനെ പോലെയിരുന്നു ഈഷ്ക. മെലിഞ്ഞു നീണ്ട കഴുത്ത്, രോമാവൃതമായ വലിയ തല, തീപ്പട്ടിക്കൊള്ളികൾ പോലെ ശോഷിച്ച കാലുകൾ. അവളുടെ വയർ മാത്രം ഉരുണ്ട് വലുതായി തണ്ണിമത്തൻ പോലെയിരുന്നു. യൂലിയ വെള്ളം നിറച്ച പാത്രം ഉയർത്തുമ്പോൾ ഈഷ്ക ഒരു അഭ്യാസിയെപ്പോലെ ചാടി മാറും. ഒറ്റത്തുള്ളി വെള്ളം അവളുടെ ദേഹത്ത് വീഴുകയില്ല. നടാഷ ഈഷ്കയുടെ കയറ് പിടിച്ച് വലിച്ചു നിർത്തിയിരിക്കുന്നു. യൂലിയ ഒരു പാത്രത്തിൽ വെള്ളം കോരി ഈഷ്കയുടെ പുറത്തേക്ക് ഒഴിക്കുന്നു. ഈ ചിത്രം കൊടുത്തിട്ടുണ്ട്. നതാഷ, നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഞാൻ തോട്ടിൽ നിന്ന് വെള്ളം മുക്കി അവളുടെ പുറത്തൊഴിക്കാൻ പോവുകയാണ്, യൂലിയ പറഞ്ഞു. തോടിൻ്റെ ഇരുവശത്തുമായി കാൽ കവച്ചു വെച്ചുകൊണ്ട് യൂലിയ നിന്നു. നതാഷ ഈഷ്കയെ അഴിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നു. അവൾ ഒരു കയ്യിൽ കയറും മറ്റേ കയ്യിൽ ഒരു ബണ്ണും പിടിച്ചിരുന്നു. യൂലിയ ഈഷ്കയുടെ പുറത്ത് ഒരു പാത്രം വെള്ളമൊഴിച്ചിട്ട് വീണ്ടും വെള്ളം മുക്കാൻ കുനിഞ്ഞു. ഈഷ്ക കോപിഷ്ഠയായി അവളുടെ നേർക്കടുത്തു. യൂലിയ നിലവിളിച്ചുകൊണ്ട് പാത്രം താഴെയിട്ടു. കാൽ വഴുതി അവളും തോട്ടിലേക്ക് വീണു. പാത്രത്തിൻ്റെ ഉള്ളിലേക്കാണ് അവൾ വീണത്. പാത്രത്തിലിരുന്ന് യൂലിയ ഒഴുകിപ്പോയി. ഞങ്ങൾ ആർത്ത് ചിരിച്ചു. അത് കേട്ട് കുതിര ഞെട്ടിമാറി. ഒരു കഷ്ണം ബണ്ണ് നതാഷയുടെ ഇടത്തൊണ്ടയിൽ പോയി.
ബാക്കി തട്ടിയെടുത്തുകൊണ്ട് ഈഷ്ക കളപ്പുരയുടെ നേർക്കോടി. യൂലിയയുടെ സഹായത്തിന് ഓടിച്ചെല്ലുമ്പോഴും ഞങ്ങൾ ചിരി നിർത്തിയിരുന്നില്ല. തൊണ്ടയിൽ പോയി ബണ്ണു കളയാനായി ഞങ്ങൾ നട്ടാഷയുടെ പുറത്തു കൊട്ടി. യൂലിയയെ കുറേ താഴെ നിന്നും അയലത്തെ കുട്ടികൾ പിടിച്ചു കയറ്റി. അവളുടെ ഉടുപ്പുകൾ നനഞ്ഞു പോയിരുന്നു. മുട്ടിൽ ചോര പൊടിഞ്ഞിരുന്നുവെങ്കിലും കരയ്ക്ക് കയറിയ ഉടൻ അവൾ ചോദിച്ചതിങ്ങനെയാണ്, എവിടെ ഈഷ്ക മരത്തലച്ചികൾ? ഈ സമയത്ത് ഈഷ്ക തൻ്റെ പ്രിയപ്പെട്ട ചാരക്കൂട്ടിൽ കിടന്ന് ഉരുളുകയായിരുന്നു. കുറെ കഴിഞ്ഞ് അവൾ എണീറ്റ് ദേഹമാകെ കുടഞ്ഞു. ഉഷ്ണമേഖലയിൽ ജീവിച്ചിട്ടും കഴുതകൾ കുളിക്കാൻ പഠിച്ചിട്ടില്ല, ചിന്താഭഗ്നയായി സോന്യ പറഞ്ഞു. ഒരു കഷ്ണം കട്ടിയുള്ള ഫെൽറ്റും കുറേ വാറുകളും ഉപയോഗിച്ച് ഈഷ്കയ്ക്ക് ഞങ്ങളൊരു ജീനി ഉണ്ടാക്കി. ഒരുക്കങ്ങൾ മുഴുവനായപ്പോൾ ഞങ്ങൾ അവളെ ജീനിയും കോപ്പും അണിയിച്ച് പുറത്തു കയറി സവാരി ചെയ്തു തുടങ്ങി. പട്ടിയുടെ ഓട്ടം എന്നറിയപ്പെടുന്ന രീതിയിൽ ഈഷ്ക ഭംഗിയായി ഓടി. വേഗത്തിലും അനായാസമായും കുതിച്ചോടാൻ അവൾക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഓടാൻ ഇഷ്ടമില്ലാത്തപ്പോഴും ഇഷ്ടമില്ലാത്തവർ പുറത്തു കയറുമ്പോഴും സവാരിക്കാരൻ്റെ എല്ല് നുറുങ്ങുകയും പല്ലു കൂട്ടിയിടിക്കുകയും ചെയ്യുന്ന വിധം ചാടിയും കുലുങ്ങിയുമാണ് അവൾ ഓടിയിരുന്നത്. ഉരുണ്ടുപിരണ്ടോട്ടം എന്ന് ഞങ്ങളതിന് പേരിട്ടു. ഈഷ്കയുടെ പുറത്ത് സഞ്ചരിച്ചു തുടങ്ങിയ ഇടയ്ക്ക് തന്നെ ജീനിയും കോപ്പും ഞങ്ങൾ കളപ്പുരയിൽ തൂക്കിയിട്ടു. പിന്നീട് ഒരിക്കൽ പോലും അത് ഉപയോഗിച്ചിട്ടില്ല. ഒരു ചുള്ളിക്കമ്പോ വെറും കയ്യോ ഉപയോഗിച്ചാണ് ഞങ്ങൾ ഈഷ്കയെ നിയന്ത്രിച്ചിരുന്നത്. വലത്തുവശത്ത് കൊട്ടിയാൽ അവൾ ഇടത്തോട്ട് തിരിയും, ഇടതുവശത്ത് കൊട്ടിയാൽ വലത്തോട്ട് തിരിയും. തലയിൽ ചെവികളുടെ മധ്യത്തിൽ തിങ്ങി നിൽക്കുന്ന രോമങ്ങളിൽ മെല്ലെ വലിച്ചാൽ അവൾ നിൽക്കും. പള്ളരോമങ്ങളിൽ വലിക്കുന്നതിൻ്റെ അർത്ഥം അതിവേഗം ഓടണമെന്നായിരുന്നു. അപ്പോൾ ഈഷ്ക കുതിച്ചു പായും. യൂലിയയും നതാഷയും ഈഷ്കയെ ഭംഗിയായി ഓടിച്ചിരുന്നു. എന്നാൽ സോന്യയും ഞാനും അങ്ങനെയായിരുന്നില്ല. ഈഷ്കയ്ക്ക് ഞങ്ങളെ അനുസരിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ പുറത്തു കയറിയാൽ അവൾ തൊഴിക്കുകയും ഉരുണ്ടുപിരണ്ട് ഓടുകയും ചേരുന്നുകൊണ്ട് കുടൽ മറിഞ്ഞു പോകുമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഒരിക്കൽ കാണാതെ പോയ ടർക്കി കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കാൻ എന്നെ അയച്ചു. ഇങ്ങനെയല്ല അവളുടെ പുറത്തിരിക്കേണ്ടത്, യൂലിയ പറഞ്ഞു. കുറെ കൂടി പിന്നിലേക്ക് നീങ്ങിയിരിക്കണം, ദാ ഇവിടെ. യൂലിയ ഈഷ്കയുടെ പൃഷ്ഠത്തിൽ തൊട്ട് കാണിച്ചു. ഞാൻ ആ നിർദ്ദേശം സ്വീകരിച്ച് ഈഷ്കയുടെ വാലിൻ്റെ തൊട്ടു മുകളിൽ ഇരിപ്പുറപ്പിച്ചു. കയ്യിലുണ്ടായിരുന്ന കമ്പിന് വേണ്ടത്ര നീളമില്ലാതിരുന്നതിനാൽ കഴുത്തിൽ തട്ടി ഈഷ്കയെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. പോകേണ്ടതെങ്ങനെയെന്ന് അവൾ സ്വയം തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അതിവേഗത്തിലുള്ള കുതിച്ചോട്ടമായിരുന്നു അത്. ഇടയ്ക്ക് ഞാൻ അല്പം മുന്നോട്ട് കയറിയിരുന്നു. പെട്ടെന്ന് ഈഷ്ക ഓട്ടം നിർത്തി തല കുമ്പിട്ടു. ഞാൻ തലയും കുത്തി നിലത്ത്. ഈഷ്ക വഴിയുടെ നടുക്കുകൂടി തിരിഞ്ഞോടി. അഭിമാനത്തോടെ തല ഇരുവശങ്ങളിലേക്കും വെട്ടിക്കുകയും ഹീ ഹാ എന്ന് ജയഭേരി മുഴക്കുകയും ചെയ്തുകൊണ്ടാണ് അവൾ ഓടിയത്. താൻ ഒരു വലിയ കാര്യം സാധിച്ചിരിക്കുന്നു എന്നായിരുന്നു അവളുടെ വിചാരം. ഈഷ്കയുടെ പുറത്തിരിക്കാൻ സോന്യയ്ക്കും ഇഷ്ടമായിരുന്നില്ല. ഈ മൃഗത്തിൻ്റെ പുറത്ത് എവിടെ ഇരിക്കാനാണ്? ഈഷ്കയുടെ ഋജുവായ പുറത്ത് ഉറ്റുനോക്കിക്കൊണ്ട് സോന്യ ചോദിക്കും. കുതിരയുടെ പുറത്താണെങ്കിൽ കുഴിഞ്ഞ ഭാഗത്ത് ഇരിക്കണമെന്ന് നമുക്കറിയാം. പക്ഷേ ഇവളുടെ പുറത്തിരിക്കുമ്പോൾ വാലിന്മേലായി പോയെന്നും വരാം. എന്നാൽ ഈ വക സാങ്കേതിക പ്രശ്നങ്ങളൊന്നും യൂലിയയെയും നതാഷയെയും അലട്ടിയിരുന്നില്ല. അവർ എപ്പോഴും ഈഷ്കയുടെ പുറത്തായിരിക്കും, ചിലപ്പോൾ വെവ്വേറെയും ചിലപ്പോൾ ഒരുമിച്ചും. ഈഷ്കയുടെ പുറത്തെ മൂന്നാമത്തെ സവാരിക്കാരനായി അയലത്തെ കുട്ടികൾ ആരെങ്കിലും കയറിയിരിക്കുന്ന കാഴ്ചയും അപൂർവമായിരുന്നില്ല. ഈഷ്ക ഒരു പട്ടിയെപ്പോലെ എപ്പോഴും അവരുടെ പിന്നാലെ നടന്നു. സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു വാഹനം അടുത്തുള്ളത് ഒരനുഗ്രഹമാണ്. ഒരു ദിവസം മുറ്റം തൂക്കുന്നതിനിടയിൽ ചൂൽ പടിക്കൽ വെച്ചിട്ട് ഞാൻ സോന്യയുടെ അടുത്തേക്ക് പോയി. പടിക്കൽ നിന്നും കഷ്ടിച്ച് 30 വാര അകലെയാണ് സോന്യ നിന്നിരുന്നത്. എൻ്റെ സമീപം നിന്നിരുന്ന നടാഷ സഗൗരവം ഈഷ്കയുടെ പുറത്ത് കയറി മുറ്റം മുറിച്ചു കടന്ന് ചൂലുമായി തിരിച്ചു വന്നു. അത് കണ്ടിട്ട് അമ്മ ഒരുപാട് ചിരിച്ചു. എൻ്റെ കുട്ടികളെ, ഇക്കണക്കിന് കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾ നടക്കാൻ മറന്നു പോകുമല്ലോ, അമ്മ പറഞ്ഞു. ഈഷ്ക ഞങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്തി. മുൻപ് കടയിലോ ചന്തയിലോ പോകാനായി അമ്മ വിളിക്കുമ്പോൾ വിളി കേൾക്കാൻ ഒരാളും ഉണ്ടാവില്ല. ഒടുവിൽ അമ്മ കെഞ്ചും, യൂലിയ, എൻ്റെ മോൾക്ക് അമ്മയോട് ഇഷ്ടമില്ലേ? അറിയില്ല, അമ്മയുടെ പൊന്നുമോൾ മറുപടി പറയും. ദയവ് ചെയ്ത് ചന്തയിൽ പോകാൻ എന്നോട് പറയരുതേ. ഒരു മിഠായി തരാമെങ്കിൽ ഞാൻ കടയിൽ വേണമെങ്കിൽ പോകാം. ഇപ്പോൾ കാര്യങ്ങളാകെ മാറിയിരിക്കുന്നു. അമ്മേ, ചന്തയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാനുണ്ടോ? അമ്മേ, സാമാനം വല്ലതും തീർന്നോ? ദിവസത്തിൽ പലതവണ ഞങ്ങൾ അന്വേഷിക്കും. നൂലും പഞ്ചസാരയും വാങ്ങാനായി യൂലിയ പട്ടണത്തിലേക്ക് പുറപ്പെടുമ്പോൾ പടിക്കൽ ചെന്ന് നതാഷ രഹസ്യം പറയും. മറക്കല്ലേ. ചാരനിറമുള്ള ഒരു കഴുത പട്ടണത്തിലെ നിരത്തുകളിലൂടെ ഓടും. ചുവപ്പ് നിറമുള്ള ഒരു കൊച്ചു തൊപ്പി ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കും. നൂൽ വാങ്ങാൻ മറന്നിട്ടായിരിക്കും യൂലിയ തിരിച്ചു വരുന്നത്. യാദർശികമെന്ന വണ്ണം ആ സമയത്ത് നതാഷ തൊപ്പിയും ധരിച്ച് യാത്രയ്ക്ക് തയ്യാറായി അവിടെ നിൽപ്പുണ്ടാകും. ചാരനിറമുള്ള ചെറിയ കഴുത ഒരിക്കൽ കൂടി പട്ടണത്തിലേക്ക് തിരിക്കും.
അതിൻ്റെ മുകളിൽ മറ്റൊരു ചുവന്ന കൊച്ചു തൊപ്പി ഉയരുകയും താഴുകയും ചെയ്യും. ഈഷ്ക ഞങ്ങളുടെ കളികൾ കൂടുതൽ രസകരമാക്കി. ഉദാഹരണത്തിന് ഇന്ത്യയെ പറ്റിയുള്ള എന്തെങ്കിലും കളിയാണെങ്കിൽ തൂവലും നിറമുള്ള തുണിക്കഷ്ണങ്ങളും കടലാസും കൊണ്ട് ഈഷ്കയെ ഞങ്ങൾ അലങ്കരിക്കും. അവളുടെ പുറത്ത് ചെറിയൊരു കമ്പളവും അതിൻ്റെ മീതെ ഒരു തലയണയും വയ്ക്കും. നതാഷ ആ തലയണയിൽ കയറിയിരിക്കും. അപ്പോൾ ഈഷ്ക ഒരു ആനയും നതാഷ ഒരു മഹാരാജാവുമായി മാറും. ഒരു തടവുകാരന് ഒളിച്ചോടാൻ ഇപ്പോൾ എളുപ്പമാണ്. യഥാർത്ഥത്തിൽ ആളുകൾ ചെയ്യുന്നത് പോലെ കഴുതപ്പുറത്ത് കയറി രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് സാധിക്കും. മുമ്പ് ദൂരയാത്ര ഞങ്ങൾക്ക് വളരെ ശ്രമകരമായിരുന്നു. കമ്പുകൾ കുതിരകളാണെന്ന് സങ്കല്പിച്ച് ഞങ്ങൾക്ക് തൃപ്തിപ്പെടേണ്ടി വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഒരു കൂടാരം, ആഹാര സാധനങ്ങൾ, ഉരുളക്കിഴങ്ങ് പുഴുങ്ങായ ഒരു കലം എന്നിവ ഈഷ്കയുടെ പുറത്ത് കയറ്റിക്കൊണ്ടാണ് ഞങ്ങളിപ്പോൾ യാത്ര പുറപ്പെടുന്നത്. സംഘത്തിൻ്റെ നേതാവ് മുൻപേ നടന്ന് വഴിതെളിക്കും. ചുമട്ടുകുതിരകൾ ഈഷ്കയായിരുന്നു ചുമട്ടുകുതിരകൾ. നേതാവിൻ്റെ തൊട്ടു പിന്നാലെയും മറ്റു സാഹസികർ ഏറ്റവും പിന്നിലും നടക്കും. ആപ്പിളും കൂണും ശേഖരിക്കാൻ ഞങ്ങൾ മലയിൽ പോയി. അതുകൂടാതെ പല വിനോദയാത്രകളും ഞങ്ങൾ നടത്തി. ഞങ്ങൾ ചിലപ്പോൾ ഓട്ടപ്പന്തയവും നടത്തിയിരുന്നു. വയസ്സൻ ഓട്ടക്കുതിരയായ നിഗ്ദോയുടെ പുറത്ത് ഞാനോ സോനിയോ കയറിയിരുന്നിട്ട് ഒപ്പമെത്താൻ ഈഷ്കയെ വെല്ലുവിളിക്കും. ഞങ്ങൾ പട്ടണത്തിന് വെളിയിലാണ് താമസിച്ചിരുന്നത്. ഞങ്ങളുടെ തോട്ടത്തിനപ്പുറം ഒരു മൈതാനമായിരുന്നു. അവിടെയാണ് ഞങ്ങൾ ഓട്ടപ്പന്തയം നടത്തിയിരുന്നത്. ഈഷ്ക പന്തയത്തിൽ ജയിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ അനേകമുണ്ട്. അപ്പോഴൊക്കെ കൗശലം ഒന്നുകൊണ്ട് മാത്രമാണ് അവൾ അത് സാധിച്ചത്. ഞങ്ങൾ അവയെ വരിയായി നിർത്തും. 1, 2, 3 കുതിര മുന്നോട്ട് പായും. ഈ സമയത്ത് ഈഷ്ക തൻ്റെ വാൽ കാലുകൾക്കിടയിലേക്ക് തിരുകി അതിൻ്റെ ബ്രഷ് പോലെയുള്ള അറ്റം ചുഴറ്റിക്കൊണ്ട് കുതിരയുടെ കഴുത്തിനിടയിൽ കടന്നുകൂടാൻ ശ്രമിക്കും. അത് സാധിച്ചാൽ വിജയം അവളുടേതാണ്. കാരണം തന്നെ കടന്ന് മുന്നോട്ട് പോകാൻ അവൾ പിന്നെ കുതിരയെ അനുവദിക്കുകയില്ല. ഓട്ടക്കുതിര വേഗത കുറയ്ക്കും. തൻ്റെ വഴിമുടക്കുന്ന സൊല്ലയെ കടിക്കാനായിരിക്കും പിന്നീട് അതിൻ്റെ ശ്രമം. ഒരിക്കൽ കളപ്പുരയുടെ പിന്നിൽ കൂട്ടിയിട്ടിരുന്ന പഴയ സാമാനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു ചെറിയ കുതിരവണ്ടിയുടെ മുൻവശം ഞങ്ങൾക്ക് കിട്ടി. 2 ചക്രങ്ങൾക്കും അച്ചുതണ്ടിനും കേടൊന്നുമില്ലായിരുന്നു. അത്യാവശ്യമുള്ള മറ്റു ഭാഗങ്ങളും സംഭരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. മുതിർന്നവരുടെ സഹായത്തോടെ ഞങ്ങൾ 2 ചക്രങ്ങളുള്ള ഒരു വണ്ടി തല്ലിക്കൂട്ടി. ഈഷ്കയെ അതിൽ കെട്ടിയപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു. പിന്നിലുള്ള വസ്തു എന്താണെന്ന് നോക്കാൻ അവൾ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. അവൾ തൊഴിക്കുകയോ പ്രതിഷേധം പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. എങ്കിലും കടിഞ്ഞാണിനോട് പൊരുത്തപ്പെടാൻ അവൾക്ക് കഴിഞ്ഞില്ല. കടിഞ്ഞാൺ വലിക്കുമ്പോൾ അവൾ പിടിവാശിക്കാരിയാകും. വലതുവശത്തെ ചരട് വലിച്ചാൽ അവൾ തലയും കുലുക്കിക്കൊണ്ട് ഇടതുവശത്തേക്ക് തിരിയും. കടിഞ്ഞാൺ ഉപേക്ഷിച്ച് പഴയതുപോലെ ഒരു കമ്പുകൊണ്ട് അവളെ നിയന്ത്രിക്കുകയേ ഞങ്ങൾക്ക് മാർഗമുണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം ചന്തയ്ക്ക് പോകാൻ ഞങ്ങൾ ഒരുങ്ങി. വണ്ടിയിൽ പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഈഷ്കയെ ഞങ്ങൾ വണ്ടിയിൽ കെട്ടി. നയിക്കാനായി യൂലിയ അവളുടെ പുറത്ത് കയറിയിരുന്നു. ഞാനും നടാഷയും വണ്ടിക്കകത്ത് കയറി. വഴി ഇറക്കമായിരുന്നതുകൊണ്ട് ഈഷ്ക നിഷ്പ്രയാസം വണ്ടി വലിച്ചുകൊണ്ട് ഓടി. ചക്രങ്ങൾ കൂടുതൽ വേഗത്തിൽ കറങ്ങി തുടങ്ങി. ഞങ്ങൾ ഉയർത്തിയ പൊടി ഒന്നാന്തരം ഒരു വണ്ടി പോകുമ്പോഴുടരുന്ന പൊടിപടലം പോലെ തന്നെ ഇരുന്നു. ഞങ്ങൾ ചന്തയിലെത്തി. മത്തനും തണ്ണിമത്തനും തിരഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിനിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ചു. വലിയൊരു തണ്ണിമത്തൻ തിരഞ്ഞെടുത്ത് ഞങ്ങൾ വിലപേശി തുടങ്ങി. അതിൽ മുഴുകിപ്പോയ ഞങ്ങൾ ഈഷ്കയുടെ കാര്യമേ മറന്നു. പെട്ടെന്ന് ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ ഈഷ്ക ഒരു കുട്ടയിൽ നിന്ന് മുന്തിരിങ്ങ തിന്നുകയായിരുന്നു. ഞാൻ യൂലിയായെ ഒന്ന് തോണ്ടി. അവൾ ഈഷ്കയ്ക്കിട്ട് കമ്പുകൊണ്ടൊന്ന് കൊടുത്തു. ഈഷ്ക ക്ഷോഭിച്ച് നതാഷയെ തള്ളി താഴെയിട്ടു. തണ്ണിമത്തൻ അവളുടെ കയ്യിലായിരുന്നു. അത് നിലത്ത് വീണ് പൊട്ടിച്ചിതറി. അടുത്തുള്ള കച്ചവടക്കാരെല്ലാം ഓടിക്കൂടി. അവർ വിളിച്ചു പറഞ്ഞു, തണ്ണിമത്തൻ്റെ വില തരണം, മുന്തിരിങ്ങയുടെ വില തരണം. അവർ ആവശ്യപ്പെട്ട തുക നഷ്ടപരിഹാരമായി കൊടുക്കണമെങ്കിൽ പലതും വാങ്ങാൻ ഉദ്ദേശിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന പണം മുഴുവനും കൊടുക്കേണ്ടി വരും. ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല. ആണ്, പണമെടുക്കുക, അല്ലെങ്കിൽ പിശകാണ്. ഞങ്ങൾ എന്തു ചെയ്യും? പണം മുഴുവൻ ഞങ്ങൾ അവർക്ക് കൊടുത്തു. ഇനി ഒരിക്കലും ഞങ്ങളെ ചന്തയിൽ അയക്കുകയില്ല എന്ന് വിചാരിച്ച് ദുഃഖിതരായിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത്. ഈഷ്കയാണെങ്കിൽ അവളുടെ പഴയ തന്ത്രം വീണ്ടും തുടങ്ങി. വണ്ടി വലിക്കാൻ വലിയ പ്രയാസമാണെന്ന് അവൾ ഭാവിച്ചു. അവൾ തല കുനിച്ചു പിടിക്കുകയും തലയിൽ മുട്ടാറാകുന്നതുവരെ ചെവികൾ വളയ്ക്കുകയും ചെയ്തു. ഭാരം വളരെ കൂടുതലാണെന്നായിരുന്നു അതിൻ്റെ അർത്ഥം. ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി ഈഷ്കയുടെ ഒപ്പം നടന്നു. എന്നിട്ടും അവൾ ചെവികൾ ഇളക്കിക്കൊണ്ടിരുന്നു. അവളെ ഒന്ന് പറ്റിക്കണമെന്ന് ഞങ്ങളും തീരുമാനിച്ചു. മറ്റുള്ളവരും ഈഷ്ക അറിയാതെ വണ്ടിയിൽ നിന്ന് മെല്ലെ താഴെ ഇറങ്ങി. പക്ഷേ ഭാരം അധികമാണെന്ന് ഈഷ്ക അപ്പോഴും ഭാവിച്ചു. ഞങ്ങൾക്ക് ശുണ്ഠി വന്നു. കള്ളത്തരം മതിയാക്ക്, ഒഴിഞ്ഞ ഒരു വണ്ടി വലിക്കാൻ നിനക്ക് ശക്തിയില്ലെന്ന് ഭാവിക്കേണ്ട. വീട്ടിലെത്തുമ്പോൾ ഇന്ന് അമ്മ ഞങ്ങളെ വഴക്കു പറയും. എല്ലാം നീ കാരണമാണ്. വരൂ കുട്ടികളെ, നമ്മൾക്ക് എല്ലാവർക്കും വണ്ടിയിൽ കയറിയിരിക്കാം.
ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി. ഈഷ്ക നടപ്പ് നിർത്തി. എന്തു പറ്റി? എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും. ഞങ്ങൾ വണ്ടിയിൽ നിന്നിറങ്ങി ഈഷ്കയുടെ അടുത്തെത്തി. കുളമ്പിനടുത്ത് കിടന്ന് തിളങ്ങുന്ന എന്തോ ഒരു സാധനത്തിൽ തുറച്ചു നോക്കുന്നത് കണ്ടു. 5 റൂബിളിൻ്റെ ഒരു സ്വർണ്ണ നാണയമായിരുന്നു അത്. ഹൂറ ഈഷ്ക! ഞങ്ങൾ വിളിച്ചു കൂവി. ചന്തയിലേക്ക് തിരിച്ചുപോയി ലിസ്റ്റിലുണ്ടായിരുന്ന എല്ലാ സാമാനങ്ങളും വാങ്ങിയ ശേഷം ഈഷ്കയ്ക്ക് ഒരു മധുര പലഹാരവും വാങ്ങിക്കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ഈഷ്ക ഭംഗിയായി വണ്ടി വലിച്ചു. ഞങ്ങൾ വഴിനീളെ പാട്ട് പാടിക്കൊണ്ടാണ് സഞ്ചരിച്ചത്. ശീതകാലത്ത് ഈഷ്കയെ ഒരു സ്ലെഡ്ജിൽ കെട്ടി. വസന്തത്തിൽ ഞങ്ങൾക്ക് സ്ലെഡ്ജിലോ വണ്ടിയിലോ സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മുട്ടുവരെ ചെളി കെട്ടിക്കിടന്നിരുന്നത് കൊണ്ട് ഈഷ്കയുടെ പുറത്തും സഞ്ചരിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. 2 മാസക്കാലം ഈഷ്കയ്ക്ക് ഒരു ജോലിയും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവൾക്ക് തീരെ മുഷിവ് തോന്നിയില്ല. ഞങ്ങളുടെ അടുക്കലുള്ള ഇഷ്ടിക ഫാക്ടറിയിൽ അനേകം കഴുതകളുണ്ടായിരുന്നു. ഈഷ്ക അവയെ പരിചയപ്പെട്ടു. അവൾ എല്ലാ ദിവസവും അവയെ സന്ദർശിക്കുക പതിവായി തീർന്നു. നിലമുണങ്ങിയ ഉടനെ ഞങ്ങൾ വീണ്ടും ഊരുചുറ്റി തുടങ്ങി. ഈഷ്ക എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു ദിവസം അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, ഈഷ്കയ്ക്ക് ഒരു കഴുതക്കുട്ടി ഉണ്ടാവാൻ പോവുകയാണ്. അതുകൊണ്ട് അവളെ ഒരുപാട് ക്ലേശിപ്പിക്കരുത്. എന്ന് വെച്ചാൽ? ഞാൻ പറഞ്ഞത് തന്നെ. ഈഷ്കയ്ക്ക് ഒരു കുട്ടി ഉണ്ടാകാൻ പോകുന്നു. നതാഷ യൂലിയയെ നോക്കി. ഈഷ്കയുടെ പുറത്ത് സവാരി ചെയ്യാൻ നീ എന്നെ സമ്മതിക്കാത്തതുകൊണ്ട് ഇതാ ഈഷ്ക എനിക്ക് സ്വന്തമായിട്ടൊരു കഴുതയെ തരാൻ പോകുന്നു. അത് ഈഷ്കയേക്കാൾ കുറെ കൂടെ നല്ലതായിരിക്കും. എനിക്ക് അസൂയ തോന്നുന്നുണ്ടെന്ന് ഈഷ്കയ്ക്ക് മനസ്സിലായി കാണും അല്ലേ? ഈഷ്കയ്ക്ക് തീർച്ചയായും അത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞങ്ങളെല്ലാവരും സമ്മതിച്ചു. നമുക്ക് നോക്കാം, നതാഷ തുടർന്നു. എൻ്റെ കഴുത ഒരു സുന്ദരക്കുട്ടനായിരിക്കും. അവൻ്റെ പുറത്ത് കയറാൻ ഞാൻ ആരെയും സമ്മതിക്കുകയില്ല. അതുകൊണ്ട് അക്കാര്യം ചോദിക്കാതിരിക്കുകയാണ് നല്ലത്. അന്നു മുതൽ നതാഷ ഈഷ്കയെ വളരെ ശ്രദ്ധയോടെ ശുശ്രൂഷിച്ചു തുടങ്ങി. അവൾ ഈഷ്കയെ നന്നായി തീറ്റുകയും മറ്റാരും അവളെ ശല്യപ്പെടുത്തുകയോ പേടിപ്പിക്കുകയോ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. ആരെങ്കിലും ഈഷ്കയുടെ പുറത്ത് യാത്ര ചെയ്യാൻ ഒരുങ്ങിയാൽ അവൾ തർക്കിക്കും. എന്തിനാണ് ഈഷ്കയുടെ പുറത്ത് കയറുന്നത്? നിങ്ങൾക്ക് നടന്നാൽ എന്താ? അവൾ കണ്ണടയ്ക്കുന്നത് കണ്ടോ? അവൾക്ക് സുഖമില്ലായിരിക്കും. ആദ്യം ഞങ്ങൾ ഓരോ ദിവസവും കഴുതക്കുട്ടിയെ പ്രതീക്ഷിച്ചു. രാവിലെ ഉണർന്നാലുടൻ നതാഷ ഈഷ്കയുടെ അടുത്തേക്ക് ഓടും. അവൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ചോദിക്കും, ഉണ്ടോ? ഇല്ല, നാളെയായിരിക്കും അവൾക്ക് കുട്ടിയുണ്ടാകുന്നതെന്ന് തോന്നുന്നു. വേനൽക്കാലം കഴിഞ്ഞ് ശരൽക്കാലം ആരംഭിച്ചു. മഞ്ഞു പെയ്തു. ഞാനും സോന്യയും സ്കൂളിൽ പോയി തുടങ്ങിയിട്ട് കുറേ നാളായി. എന്നിട്ടും കഴുതക്കുട്ടി ഉണ്ടായില്ല. നതാഷയ്ക്ക് സംശയമായി. ഒരുപക്ഷെ അവൾ മറന്നുപോയിരിക്കും. അതല്ലെങ്കിൽ അവൾക്ക് എന്തോ ദുഃഖമുണ്ട്. കഴുതക്കുട്ടിയെ കിട്ടുമെന്ന് അച്ഛൻ പറഞ്ഞിട്ട് ഏതാണ്ട് 1 വർഷമായി. പക്ഷേ അവൾ ഇതുവരെ അതിനെ തന്നില്ല. നതാഷ ഇക്കാര്യത്തെപ്പറ്റി ഈഷ്കയോട് പരാതി പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് ഫലമുണ്ടായില്ല. ഒടുവിൽ നതാഷ അവളെ കാണാൻ പോകാതെയായി. ആ വസന്തത്തിൻ്റെ ആരംഭത്തിൽ ഈഷ്കയുടെ വയർ വളരെ വലുതായി. അവൾ പശുവിനോടും പട്ടികളോടും വഴക്കിന് പോകാതെയായി. വളരെ സൂക്ഷ്മതയോടെയാണ് അവൾ നടന്നിരുന്നത്. അധിക സമയവും അവൾ വെയിൽ കായാൻ ഇഷ്ടപ്പെട്ടു. തോട്ടത്തിൽ ചെന്ന് ഉണങ്ങിയ ഒരിടം കണ്ടുപിടിച്ച് അവൾ അവിടെ നിന്ന് വെയിൽ കായും. ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, ഇനി നിങ്ങൾ ഈഷ്കയെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവളുടെ സമയം അടുക്കാറായി. അച്ഛൻ ഇത് പറഞ്ഞു തീരും മുമ്പ് യൂലിയ മുറിയിലേക്ക് ഓടി വന്ന് വിളിച്ചു പറഞ്ഞു, തോട്ടത്തിലേക്ക് വരൂ വേഗം. ഞങ്ങളെല്ലാവരും അങ്ങോട്ടോടി. വേനൽക്കാലത്ത് വെള്ളരി വളരാറുള്ള ഒരു ചെറിയ കുഴിയിൽ ഭംഗിയുള്ള ഒരു ചെറിയ കഴുതക്കുട്ടി കിടന്നിരുന്നു. മോന്ത കൊണ്ട് തള്ളി അതിനെ എഴുന്നേൽപ്പിക്കാൻ ഈഷ്ക കഠിനമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ അവളെ സഹായിക്കാൻ ഒരുങ്ങി. പക്ഷേ അവൾ ദേഷ്യത്തോടെ ചികിറിക്കൊണ്ട് അച്ഛൻ്റെ നേരെ പാഞ്ഞു വന്നു. കഴുതക്കുട്ടി യാതൊരു ചലനവുമില്ലാതെ കിടക്കുകയാണെന്ന് അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അത് വളരെ അസ്വാഭാവികമായി അച്ഛന് തോന്നി. ഒരു വടിയെടുത്ത് ഈഷ്കയെ തള്ളി മാറ്റിയിട്ട് അച്ഛൻ കുഞ്ഞു കഴുതക്കുട്ടിയെ പരിശോധിച്ചു. അത് ചത്തുപോയിരുന്നു. അച്ഛൻ അതിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. ആ കഴുതക്കുട്ടി ജനിക്കുമ്പോൾ അതിന് ജീവനുണ്ടായിരുന്നു. എന്നാൽ അത് ഈഷ്കയുടെ ആദ്യത്തെ കുട്ടിയായിരുന്നു. അവൾ അറിയാതെ അതിനെ കൊല്ലുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ അവൾ പേടിച്ചു പോയിരിക്കും. അല്ലെങ്കിൽ അവളുടെ അശ്രദ്ധ മൂലമായിരിക്കും അത് ചത്തുപോയത്. പല ജന്തുക്കളുടെയും ആദ്യത്തെ കുട്ടിയുണ്ടാകുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ടെന്ന് പിന്നീട് ഞങ്ങൾ കണ്ടുപിടിച്ചു. നിശബ്ദരായി ഞങ്ങൾ അച്ഛൻ്റെ പിന്നാലെ വയലിലേക്ക് പോയി. ഈഷ്ക ഞങ്ങളോടൊപ്പം വരാൻ തുടങ്ങി. പക്ഷേ ഞങ്ങൾ സമ്മതിച്ചില്ല. കഴുതക്കുട്ടിയെ മറവ് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. നതാഷയെ കാണാനില്ലെന്ന് പെട്ടെന്ന് ഞങ്ങൾ ഓർമ്മിച്ചു. അവൾ ഞങ്ങളോടൊപ്പം വയലിലേക്ക് വന്നില്ല. ഈഷ്ക തൻ്റെ കുട്ടിയെ കൊന്നുവെന്ന് മനസ്സിലായ ഉടൻ അവൾ എവിടെയോ മറഞ്ഞു. ഞങ്ങൾ അവളെ അന്വേഷിച്ചിറങ്ങി. ഞാൻ ഇരുളടഞ്ഞ ലായത്തിനുള്ളിൽ കയറി നോക്കി. നതാഷ കരഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു മൂലയിൽ ഇരുന്നിരുന്നു. ഈഷ്ക അവളുടെ കണ്ണുനീർ നക്കി തുടച്ചുകൊണ്ട് അടുത്തുണ്ട്.
പോ ദൂരെ. നതാഷ തേങ്ങിക്കൊണ്ട് ഈഷ്കയെ തള്ളിമാറ്റി. ബുദ്ധിയില്ലാത്ത ഭ്രാന്തി, നീ എൻ്റെ കൊച്ചു കഴുതക്കുട്ടിയെ കൊന്നുകളഞ്ഞു. ഹൃദയം പൊട്ടുമാറ് നതാഷ തേങ്ങിക്കരഞ്ഞു. വർഷം 1 കഴിഞ്ഞു. പട്ടണത്തിൽ ഞങ്ങൾ താമസിച്ചിരുന്ന വീട് അതിൻ്റെ ഉടമസ്ഥൻ വിറ്റു. മലമുകളിലെ കാടുകളുടെ ഇടയിലുള്ള ഭംഗിയുള്ള കുടിലേക്ക് ഞങ്ങൾ താമസം മാറ്റി. അടുത്ത് മറ്റ് വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. കസാക്ക് ആട്ടിടയന്മാരുടെ താവളം മാത്രമാണ് അടുത്തുണ്ടായിരുന്നത്. ഞങ്ങൾ പറവകളെപ്പോലെ സ്വതന്ത്രരായിത്തീർന്നു. കുതിരകൾ, പശു, ഈഷ്ക ഇവയെല്ലാം പുതിയ വാസസ്ഥലം ഇഷ്ടപ്പെട്ടു. മലമുകളിലുള്ള പുൽമേടുകളിൽ മേഞ്ഞും കാട്ടരുവികളിലെ നിർമ്മല ജലം കുടിച്ചും അവ സന്തുഷ്ടരായി ജീവിച്ചു. ഞങ്ങൾ ഈഷ്കയുടെ പുറത്തുള്ള സവാരി നിർത്തി. അവൾക്ക് വീണ്ടും കുട്ടിയുണ്ടാകാൻ പോകുന്നു. കുട്ടികളും കളിത്തോഴരും പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായം ഈഷ്കയും മീൽക്കയും തുടരുന്നു. പേജ് നമ്പർ 95. ഞങ്ങൾ ഈഷ്കയുടെ പുറത്തുള്ള സവാരി നിർത്തി. അവൾക്ക് വീണ്ടും കുട്ടിയുണ്ടാകാൻ പോകുന്നു. വീട്ടിൽ നിന്ന് മലയിലൂടെ അരമണിക്കൂർ മുകളിലേക്ക് നടന്നാൽ ഇടയന്മാരുടെ ഒരു താവളത്തിലെത്താം. ഒരു ദിവസം ഞങ്ങൾ ഈഷ്കയെയും കൊണ്ട് അതിനടുത്തുകൂടി നടക്കുകയായിരുന്നു. വൃദ്ധനും ഒറ്റക്കണ്ണനുമായ യാക്കൂബ് എന്ന ഇടയൻ ഞങ്ങളെ അടുത്തേക്ക് വിളിച്ചു. ഈഷ്കയെ ഉറ്റുനോക്കിയിട്ട് ഒരു പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞു, വേഗം അവൾക്ക് കുട്ടിയുണ്ടാകും. എപ്പോൾ? ആർക്കറിയാം. ഇന്നാവാം, നാളെയാവാം. യാക്കൂബ്, ദയവ് ചെയ്ത് അവളെ സഹായിക്കൂ. എപ്പോഴാണ് അവൾക്ക് കുട്ടി പിറക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ആദ്യത്തെ കുട്ടിയെ അവൾ കൊന്നു. 3 റൂബിൾ തരാമെങ്കിൽ ഞാൻ ഏറ്റു. ഞങ്ങൾ വിഷാദത്തോടെ പരസ്പരം നോക്കി. ഞങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടന്നു തുടങ്ങി. ഹേയ് കുട്ടികളെ, തിരിച്ചു വരീൻ. ശരി, ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ എനിക്ക് പഞ്ചസാര കൊണ്ടുവരണം, തേയില കൊണ്ടുവരണം, പുകയില കൊണ്ടുവരണം. ആരും കാണാത്തപ്പോൾ എല്ലാ സാധനങ്ങളും കുറേശ്ശെ എടുത്ത് എനിക്ക് കൊണ്ടുവരണം. മനസ്സിലായോ? ഞങ്ങൾ അതിരറ്റ സന്തോഷത്തോടെ അയാളോട് നന്ദി പറഞ്ഞു. വീട്ടിലെത്തിയ ഉടൻ എല്ലാ സാധനങ്ങളും കുറേശ്ശെ ഞങ്ങൾ ശേഖരിച്ചു തുടങ്ങി. യാക്കൂബ് ഈഷ്കയെ അയാളുടെ കൂടാരത്തിനടുത്ത് കെട്ടി. അയാൾ ഒരു തോൽപ്പായ എടുത്തുകൊണ്ടുവന്ന് വെയിലുള്ള ഒരിടത്ത് ഒരു പാറയുടെ മേലെ വിരിച്ചു. അതിലിരുന്നു കൊണ്ടാണ് അയാൾ ഞങ്ങളുടെ സമ്മാനങ്ങൾ സ്വീകരിച്ചത്. അന്നു രാത്രിയോ അതിനടുത്ത രാത്രിയോ ഈഷ്ക പ്രസവിച്ചില്ല. യാക്കൂബ് പകൽ മുഴുവൻ ഈഷ്കയുടെ അടുത്ത് വെയിൽ കാഞ്ഞുകൊണ്ട് കിടക്കും. ഞങ്ങൾ അയാളെ സമ്മാനങ്ങൾ കൊണ്ട് മൂടി. രാത്രിയിൽ അയാൾ ഈഷ്കയെ കൂടാരത്തിനുള്ളിൽ തന്നെ സൂക്ഷിച്ചു. ആ 2 ദിവസങ്ങളും പെരുന്നാൾ ദിവസങ്ങളായിരുന്നു. അമ്മ ഇറച്ചി അകത്ത് വെച്ച അപ്പങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ഞങ്ങളാരും ഒരെണ്ണം പോലും തിന്നില്ല. ഞങ്ങൾക്ക് തന്ന അപ്പങ്ങളെല്ലാം ഞങ്ങൾ കൃത്യമായി യാക്കൂബിന് എത്തിച്ചു കൊടുത്തു. താമസിയാതെ ഞങ്ങൾ വാത്സല്യപൂർവ്വം സൂക്ഷിച്ചു വെച്ചിരുന്ന എല്ലാ നിധികളും കൂടാരത്തിനടുത്തുള്ള ആ വലിയ വെള്ളാരംപാറയിൽ എത്തിച്ചേർന്നു. ഇത് എന്ത്? ഒരു പാവയെ പൊക്കി കാണിച്ചുകൊണ്ട് യാക്കൂബ് ചോദിച്ചു. ഇതൊന്നിനും കൊള്ളില്ല, കുറെ കൂടി തേയില കൊണ്ടുവരീൻ. തേയില പാത്രത്തിലും പഞ്ചസാര പാത്രത്തിലും അച്ഛൻ്റെ പുകയില സഞ്ചിയിലും ഞങ്ങൾ ഭംഗിയായി ആക്രമണം നടത്തി. എന്നാൽ ഒരു ഷർട്ടും ട്രൗസറും വേണമെന്ന് യാക്കൂബ് ആവശ്യപ്പെട്ടപ്പോൾ അതൊരു പ്രശ്നമായി തീർന്നു. ഞങ്ങൾ വീട് മുഴുവൻ തപ്പിയെങ്കിലും ഫലമുണ്ടായില്ല. അമ്മേ, ഒരു പഴയ ഷർട്ടും ട്രൗസറും എടുക്കാനുണ്ടോ? നിങ്ങൾക്കത് എന്തിനാണ്? ഒരു കാര്യമുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയെടുത്തു തരാം. അതേപ്പറ്റി ഒരക്ഷരം പോലും ഞങ്ങളുടെ മാതാപിതാക്കളോട് പറയുകയില്ലെന്ന് യാക്കൂബിനോട് ഞങ്ങൾ സത്യം ചെയ്തിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല. ഈ വീട്ടിൽ അച്ഛൻ്റെ സ്വന്തം കുട്ടികൾക്ക് തരാൻ ഒരു പഴഞ്ചൻ ഷർട്ടും ട്രൗസറും ഇല്ലെന്ന് വരുമോ? അച്ഛൻ ഒറ്റയ്ക്ക് മുറിയിലിരുന്ന സന്ദർഭം നോക്കി ഞാൻ ചോദിച്ചു. അവർക്ക് പഴഞ്ചൻ ഷർട്ടും ട്രൗസറും എന്തിനാണാവോ? ഞങ്ങൾക്കൊരാവശ്യമുണ്ട്. അച്ഛൻ 2 ഷർട്ടുകൾ തപ്പിയെടുത്തു. പക്ഷേ ട്രൗസർ ഇല്ല, അദ്ദേഹം പറഞ്ഞു. എൻ്റെ സ്വന്തം കുട്ടികൾക്ക് ഒരുപക്ഷെ അതില്ലാതെ കഴിക്കാമായിരിക്കും. ഞങ്ങൾ ഷർട്ടുകളുമായി യാക്കൂബിൻ്റെ അടുത്തേക്ക് പോയി. അയാൾ അപ്പോഴും വെയിലത്ത് കിടക്കുകയായിരുന്നു. അടുത്തു തന്നെ ഈഷ്കയും ചാരനിറത്തിലുള്ള ഒരു ചെറിയ കഴുതക്കുട്ടിയും നിന്നിരുന്നു. കഴുതക്കുട്ടിയുടെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും അത് കളിക്കാനും തൊഴിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈഷ്കയുടെ കണ്ണുകൾ കുട്ടിയുടെ മേൽ തന്നെയായിരുന്നു. അവൾ അതിനെ നക്കുകയും പാൽ കുടിപ്പിക്കുകയും മറ്റാരും അടുക്കാതെ അസൂയയോടെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. പെണ്ണ്, കൊച്ചു പെൺകഴുത, യാക്കൂബ് പറഞ്ഞു. എത്ര നന്നായി. പക്ഷേ നമ്മൾ അവളെ എന്തു വിളിക്കും? ഈഷ്കയെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. മീൽക്ക, മീലയ, നീ എൻ്റെ സ്വന്തമാണ്. മീൽക്ക, മീലയ റഷ്യനിൽ ഓമന എന്നർത്ഥം. ഒരു കോഴിക്കുഞ്ഞിനെ പോലെ നിന്റെ ദേഹം മുഴുവൻ പൂടയാണല്ലോ. നതാഷ സന്തോഷപരവശയായി വിളിച്ചു പറഞ്ഞുകൊണ്ട് കഴുതക്കുട്ടിയുടെ മൃദുവായ കാൽ തലോടി. മീൽക്ക, മീൽക്ക, ഞങ്ങളെല്ലാവരും ഉരുവിട്ടു. ഈഷ്കയുടെ കഴുത്തിലൊരു കയറിട്ട് യാക്കൂബ് അവളെ ഞങ്ങളുടെ കുടിലിലേക്ക് നടത്തി. ഒരു കൊച്ചു കഴുതക്കുട്ടി ഞങ്ങളുടെ നേരെ നോക്കി തലകുലുക്കിയിട്ട് അമ്മയുടെ പിന്നാലെ ഓടി.
കാലുകൾ ഉറയ്ക്കാത്തതുകൊണ്ട് അത് ഇടയ്ക്കിടെ തട്ടി വീണുകൊണ്ടിരുന്നു. യാക്കൂബ്, നിങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അയാൾക്കൊരു റൂബിൾ കൊടുത്തു. ഷർട്ടുകൾ എന്തിനായിരുന്നുവെന്ന് അച്ഛൻ ഊഹിച്ചു. കുറേ സമയം തിരഞ്ഞ് യാക്കൂബിന് കൊടുക്കാൻ ഒരു ട്രൗസറും അദ്ദേഹം കണ്ടുപിടിച്ചു. ഒരു പാവ കൊണ്ട് കളിക്കുന്നത് പോലെ ഞങ്ങൾ മിൽക്കിയോടൊപ്പം കളിച്ചു. വാസ്തവത്തിൽ അവൾ ഒരു കളിപ്പാവയെ പോലെയാണിരുന്നത്. അവൾ ഈഷ്കയുടെ തനിപ്പകർപ്പായിരുന്നു. വളരെ വളരെ ചെറുതായിരുന്നുവെന്ന് മാത്രം. തൻ്റെ ഭംഗിയുള്ള ചെറിയ തല പട്ടികളുടെ മേൽ ഉരസിക്കൊണ്ട് പിറ്റേ ദിവസം തന്നെ അവൾ മുറ്റത്ത് ഓടിച്ചാടി നടന്നു തുടങ്ങി. പട്ടികൾ മുറുമുറുക്കുമ്പോൾ അവൾ ദേഷ്യത്തോടെ അവയെ തൊഴിച്ചു. വയറു നിറച്ച് പാൽ കുടിച്ചിട്ട് മീഷ്ക വെയിലത്ത് തുള്ളിച്ചാടി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഓടിച്ചെന്ന് അവളെ വാരിയെടുത്ത് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവന്നു. ഈഷ്ക ചുറ്റും നോക്കി. അവൾ ഉറക്കെ അമറിക്കൊണ്ട് വീടിന് ചുറ്റും ഓടി. അവൾ ഓരോ ജനലിലും എത്തി നോക്കി. മീൽക്ക മുറിക്കകം പരിശോധിക്കുകയായിരുന്നു. അവൾ തൻ്റെ മാർദ്ദവമുള്ള മൂക്ക് ഞങ്ങളുടെ കയ്യിൽ മുട്ടിച്ചു. ചെവികൾ ചലിപ്പിച്ചുകൊണ്ട് കട്ടിലുകളും കസേരകളും കളിപ്പാട്ടങ്ങളും നോക്കിയിരുന്നു. പെട്ടെന്ന് ഈഷ്ക ജനലിൽ കൂടി തല അകത്തേക്ക് നീട്ടി. ജനൽ ചാടി അകത്ത് കിടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളുടെ അമറൽ ഒരു നിലവിളി പോലെയായിരുന്നു. കതകു തുറന്ന് അവളെ അകത്ത് കയറ്റാം, സോനിയ പറഞ്ഞു. അവൾ വാതിൽക്കൽ ചെന്ന് ഈഷ്കയെ വിളിച്ചു. ഇതിനിടെ ഞങ്ങളൊരു കുസൃതി കൂടി കാണിച്ചു. ഞങ്ങൾ മീൽക്കയെ ഒരു പാവാട അണിയിച്ചു. അവളുടെ മുൻകാലുകൾ ഒരു ബ്ലൗസിൻ്റെ കൈകളിലൂടെ കടത്തി തലയിലൊരു തൂവാല കെട്ടിച്ചു. എത്ര ഭംഗിയുള്ള പെൺകുട്ടി! മീൽക്കയെ കാണാൻ ബഹുരസമായിരുന്നു. അവൾ ശരിക്കൊരു കുരങ്ങനെ പോലെയിരുന്നു. ഈഷ്കയുടെ കുളമ്പടി ശബ്ദം പൂമുഖത്ത് കേട്ടു. അവൾ അകത്തേക്ക് പാഞ്ഞു വന്നു. ധൃതിയിൽ മുറിയിലാകെ നോക്കി. മീൽക്ക എൻ്റെ മടിയിലിരിക്കുന്നത് അവൾ കണ്ടു. ഈഷ്ക പേടിച്ച് നിലവിളിച്ചു. അവളുടെ കരച്ചിലിൻ്റെ പൊരുൾ ഇതായിരുന്നിരിക്കണം. ദൈവമേ, ആ കുട്ടിയെ അവർ എന്തുപോലെയാക്കി! ഞാൻ മീൽക്കയെ തറയിൽ നിർത്തി. മീൽക്ക അമ്മയുടെ അടുത്തേക്ക് നടന്നു. അവളുടെ കാലുകൾ പാവാടയിൽ കുരുങ്ങിയിരുന്നു. ഈഷ്ക അത് കടിച്ചു വലിച്ച് മാറ്റാൻ ശ്രമിച്ചു. ഉദ്വേഗം കൊണ്ട് അവൾ ആകെ വിറയ്ക്കുകയും കിതയ്ക്കുകയും ചെയ്തു. ഹാവൂ ഹാവൂ എന്ന് അവൾ നെടുവീർപ്പിടുകയാണെന്ന് ഞങ്ങൾക്ക് തോന്നി. മീൽക്കയുടെ ഉടുപ്പുകൾ ഞങ്ങൾ അഴിച്ചുമാറ്റി. ഒടുവിൽ ഈഷ്ക അവളെ പുറത്തേക്ക് കൊണ്ടുപോയി. ഇതേത് ജന്തുവാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇതൊരു കഴുതയാണെന്ന് ആരെങ്കിലും പറയുമോ? വീട്ടിലെല്ലായിടത്തും നടന്ന് കാലിൽ തട്ടുന്ന മീൽക്കയെ നോക്കി അമ്മ ചോദിക്കും. താനൊരു പട്ടിയാണെന്നായിരിക്കും അവളുടെ വിചാരം. അവൾ എപ്പോഴും വന്ന് കാൽ കീഴിൽ കയറുന്നത് എന്തിനാണ്? മീൽക്കയുടെ വിചാരം എന്തായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ അവൾ അധിക സമയം ചെലവഴിച്ചത് ഞങ്ങളോടൊപ്പമായിരുന്നുവെന്നത് നേരാണ്. വീട്ടിനുള്ളിലും മുറ്റത്തും മലമുകളിലും അവൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. മറ്റു മൃഗങ്ങളുമായി ഒരിക്കലും അവൾ കളിച്ചിട്ടില്ല. ഞങ്ങൾ അവളെ അങ്ങേയറ്റം വഷളാക്കി. അതിൻ്റെ ഫലമായി വലുതായി കടിഞ്ഞാണിടാനുള്ള പ്രായമായപ്പോഴേക്കും അവൾ തന്നിഷ്ടക്കാരിയും അനുസരണയില്ലാത്തവളുമായി തീർന്നിരുന്നു. ബുദ്ധിമതിയായിരുന്നതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്യാൻ വളരെ വേഗം അവൾ പഠിച്ചു. പക്ഷെ ചിലപ്പോൾ പഠിക്കുന്നതൊന്നും പറയുന്നതൊന്നും അവൾ അനുസരിക്കുകയില്ല. നീ അവളെ ഇപ്പോൾ തന്നെ മര്യാദ പഠിപ്പിക്കണം, യൂലിയ നതാഷയോട് പറഞ്ഞു. അല്ലെങ്കിൽ നോക്കിക്കോ, പിന്നീട് നിനക്ക് അവളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും. എന്നാൽ നടാഷ കനിഷക്കാരിയായിരുന്നില്ല. മാത്രവുമല്ല, തൻ്റെ കൊച്ചജനമാനത്തി കീശയിൽ തനിക്കായി പഞ്ചസാരക്കട്ടയോ സ്വാദുള്ള മറ്റെന്തെങ്കിലുമോ എപ്പോഴും കരുതി വച്ചിരിക്കുമെന്ന് മീൽക്കയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് നതാഷയുടെ ഭീഷണികളോ ശിക്ഷയോ മീൽക്ക ഒരിക്കലും കാര്യമായി എടുത്തില്ല. ഈഷ്കയേക്കാൾ വേഗത്തിലും ഭംഗിയായും മീൽക്ക ഓടിയിരുന്നു. എങ്കിലും അവൾ എപ്പോഴും ഞെളിയുകയും പിരിയുകയും ചെയ്തിരുന്നതുകൊണ്ട് ഞങ്ങൾ പല പ്രാവശ്യം അവളുടെ പുറത്തുനിന്ന് വീണിട്ടുണ്ട്. ഈഷ്കയുടെ പുറത്ത് സഞ്ചരിക്കാനാണ് അവൾ എല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പ്രായം ചെല്ലുന്തോറും അവൾ കൂടുതൽ അടക്കമുള്ളവളായിത്തീർന്നു. മീൽക്കയുടെ പുറത്തു കയറാൻ നതാഷ മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. പലപ്പോഴും അവളുടെ ദേഹത്ത് മുറിവോ ചതവോ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പക്ഷേ അക്കാര്യം ആരോടും പറയാൻ അവൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതായിരിക്കും. അവൾ കുതിച്ചോടിക്കൊണ്ടിരിക്കുമ്പോൾ ചാടാൻ എനിക്ക് ഇഷ്ടമായിരുന്നുവെന്ന് വിചാരിച്ചോളൂ, അവൾ പറയും. ഇപ്പോൾ ഞങ്ങൾക്ക് 2 കഴുതകൾ ഉള്ളതുകൊണ്ട് മലകളിലും കാടുകളിലും ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും പോയിരുന്നു. കുട്ടികൾ എവിടെയെന്ന് അച്ഛനോട് ആരെങ്കിലും ചോദിച്ചാലുടൻ ദൂരദർശനയുമായി പൂമുഖത്ത് ചെന്ന് നിന്ന് അദ്ദേഹം മലകളുടെ മുകളിലേക്ക് നോക്കും. അങ്ങ് മുകളിൽ ഒരു മലയിടുക്കിലോ ചെരുവിലോ 2 കഴുതകൾ മലയാടുകളെപ്പോലെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇടയിൽ വർണ്ണപ്പകിട്ടുള്ള ഉടുപ്പുകളും പ്രത്യക്ഷപ്പെടും. അതാ ആ താന്തോന്നികൾ! എത്ര പൊക്കത്തിലാണ് അവർ കയറിയിരിക്കുന്നത്! വീണ് എല്ലൊടിയാത്തതാണ് അത്ഭുതം. കഴുതകളെ അവരുടെ അടുത്തു നിന്നും മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ശരൽക്കാലത്ത് കഴുതകളെ വിൽക്കേണ്ടി വരും. ഒരു ദിവസം അച്ഛൻ പറഞ്ഞു. എന്തിന്?
വൈക്കോൽ തികയുകയില്ല. മാത്രവുമല്ല, ശീതകാലത്ത് നിങ്ങൾ കഴുതകളുടെ പിന്നാലെ നടക്കാതെ പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും വേണം. ഈഷ്കയ്ക്കും മീൽക്കയ്ക്കും ആവശ്യമുള്ള തീറ്റി ഞങ്ങൾ തന്നെ കരുതി വെച്ചുകൊള്ളാം. നിങ്ങളുടെ വൈക്കോൽ വേണ്ട. നിങ്ങളത് ശേഖരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം. നമുക്ക് നോക്കാം. ശീതകാലത്തേക്കുള്ള വൈക്കോൽ ശേഖരിക്കുന്നതിലായി പിന്നീട് ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ. ഈഷ്കയെയും മീൽക്കയെയും ഉപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല. സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ ഞങ്ങൾ മലയിലേക്ക് പോകും. പകൽ മുഴുവൻ പുല്ലുപറിച്ച് ചാക്കിൽ നിറച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കളപ്പുരയുടെ മുകളിൽ ഉണങ്ങാനിടും. ഞങ്ങളുടെ കൈകളിൽ വലിയ തഴമ്പുകൾ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് പുല്ല് പറിക്കുമ്പോൾ അസഹ്യമായ വേദന തോന്നി. അപ്പോഴാണ് തുരുമ്പ് പിടിച്ച ഒരു പഴയ അരിവാൾ സോന്യ കണ്ടുപിടിച്ചത്. ആരും അറിയാതെ അത് തേച്ച് മൂർച്ചപ്പെടുത്തുവാൻ ഞങ്ങൾ വളരെ പാടുപെട്ടു. പതിവ് പോലെ ഒരു ദിവസം അതിരാവിലെ ഞങ്ങൾ മലയിലേക്ക് പുറപ്പെട്ടു. മാഷ്ക എന്ന പെൺകുതിരയുടെ പുറത്ത് സോന്യയും വയസ്സൻ ഓട്ടക്കുതിരയുടെ പുറത്ത് ഞാനും കയറി. യൂലിയയും നതാഷയും കഴുതകളുടെ പുറത്താണ് സഞ്ചരിച്ചത്. പുൽമേട്ടിലെത്തിയപ്പോൾ താഴെ ഇറങ്ങി കുതിരകളുടെ കാലുകൾ കൂട്ടിക്കെട്ടി അവയെ മേയാൻ വിട്ടിട്ട് ഞങ്ങൾ പണി തുടങ്ങി. സോന്യ വിദഗ്ധമായി അരിവാൾ വീശി. കുറേ അധികം പുല്ലും അതോടൊപ്പം അവളുടെ ഒരു ചെരുപ്പിൻ്റെ അടിവശവും അരിഞ്ഞു വീഴ്ത്തി. ഞങ്ങൾ സങ്കടത്തോടെ സോന്യയുടെ ചെരുപ്പിൻ്റെ ശോച്യാവസ്ഥ നോക്കി നിൽക്കുന്നതിനിടയിൽ യൂലിയ അരിവാൾ കൈക്കലാക്കി പുല്ലുവെട്ടി തുടങ്ങി. അവൾക്ക് ആ ജോലി അറിയാമെന്ന് തോന്നി. അവൾ പുല്ലുവെട്ടുന്നത് കണ്ടോ? പെട്ടെന്ന് യൂലിയ നിലവിളിച്ചുകൊണ്ട് അരിവാൾ താഴെയിട്ടു. അവളുടെ കയ്യിൽ നിന്ന് ചോരയൊലിക്കുന്നുണ്ടായിരുന്നു. കുടിക്കാൻ കൊണ്ടുവന്ന വെള്ളത്തിൽ തൂവാല നനച്ച് ഞാൻ മുറിവിൽ അമർത്തിപ്പിടിച്ചു. ക്രമേണ ചോര നിന്നു. മുറിവ് കരിയുന്നതുവരെ നിനക്ക് പുല്ലുവെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് പുൽമേടിൻ്റെ അതിരിലിരുന്ന് നീ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയാൽ നന്നായിരുന്നു. വീട്ടിലേക്കും ഒരു കണ്ണുണ്ടായിരിക്കണം. ആരെങ്കിലും വിളിച്ചാൽ പറയണം. വിളിക്കുമ്പോൾ കേൾക്കാത്തതിന് ഇന്നലെയും അച്ഛന് വഴക്ക് പറഞ്ഞു. ശരി, നിങ്ങൾ തീ കൂട്ടിയിട്ട് പൊക്കോളൂ. വിറക് തീരുമ്പോൾ ഞാനിട്ടോളാം. ചെറിയൊരു മരത്തോപ്പിനടുത്ത് ഞങ്ങൾ തീ കൂട്ടി. കലം തിളയ്ക്കാൻ വെച്ചിട്ടാണ് ഞങ്ങൾ വീണ്ടും പുല്ല് പറിക്കാൻ പോയത്. അരിവാളിന് എന്തോ പന്തികേടുണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങൾ പിന്നീട് അതെടുത്തില്ല. കഷ്ടിച്ച് ഒരു ചാക്ക് പുല്ലു പറിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ മരത്തോപ്പിനടുത്തേക്ക് ചെന്നു. ഉരുളക്കിഴങ്ങ് നന്നായി വെന്തിരുന്നെങ്കിലും തണുത്തുപോയിരുന്നു. സാരമില്ല, ഈ ചൂടിൽ ചൂടുള്ള ഉരുളക്കിഴങ്ങ് ആര് തിന്നും? മരത്തണലിൽ ഒരു കമ്പിളി വിരിച്ച് ഞങ്ങൾ നീണ്ടു നിവർന്നു കിടന്നു. എന്തുകൊണ്ടെന്നറിയില്ല, നട്ടുച്ചയ്ക്ക് മലമുകളിൽ സർവ്വതും പ്രശാന്തമാണ്. വായുവിൽ തേനിൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടു. പക്ഷികൾ കളകൂജനം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങിങ്ങ് മരച്ചില്ലകൾ അടർന്നു വീഴുന്ന ശബ്ദം. അങ്ങു താഴെ നിന്നും പുഴയുടെ പതിഞ്ഞ ആരവം കാതുകളിലെത്തിയിരുന്നു. യൂലിയ മരത്തോപ്പിൻ്റെ അറ്റത്ത് ചെന്ന് വീട്ടിലേക്ക് നോക്കി. ആരൊക്കെയോ വന്നിട്ടുണ്ട്. അവരെ സ്വീകരിക്കാൻ എല്ലാവരും എത്തിയിരിക്കുന്നു, യൂലിയ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ അവളുടെ അടുത്തേക്ക് ചെന്നു. വീട് ഒരു കളിക്കോപ്പ് പോലെ ചെറുതായി കാണപ്പെട്ടു. കുതിരപ്പുറത്ത് അനേകം പേർ മുറ്റത്തെത്തി. തിരക്കിട്ട് നടക്കുന്ന ചെറിയ രൂപങ്ങളെ കൊണ്ട് അവിടം നിറഞ്ഞിരുന്നു. നമുക്ക് വേഗം അങ്ങോട്ട് പോകാം, സോന്യ പറഞ്ഞു. ഒരു പക്ഷേ പുതിയ വല്ല മൃഗങ്ങളെയും കൊണ്ടുവന്നിരിക്കും. ഞാൻ കുതിരപ്പുറത്ത് കയറിയപ്പോഴേക്കും സോന്യ വളഞ്ഞു തിരിഞ്ഞ് കുന്നിറങ്ങി തുടങ്ങിയിരുന്നു. യൂലിയയും പിന്നാലെ പുറപ്പെട്ടു. അവൾ ഈഷ്കയുടെ പുറത്തേക്ക് ഊർന്നു വീണുകൊണ്ടിരുന്നു. അവൾ ഈഷ്കയുടെ മോന്തയിൽ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നതിനാൽ കഴുത ഇലത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ കുതിരയെ നേരെ താഴത്തേക്ക് ഓടിച്ചു. അതിൻ്റെ ഫലമോ, ഞാൻ ഉതിർന്ന കുതിരയുടെ ചെവിയുടെ സ്ഥാനത്തെത്തി. കുതിര തല താഴ്ത്തി എന്നെ മെല്ലെ താഴെയിട്ടു. ഞാൻ അതിൻ്റെ കാൽച്ചുവട്ടിലാണ് ചെന്ന് വീണത്. അത്ഭുതം കൊണ്ട് ഒരു നിമിഷം സ്തംഭിച്ചു നിന്നിട്ട് ഞാൻ ചുറ്റും നോക്കി. ആരെങ്കിലും കണ്ടോ? ഇല്ല. സോന്യയും യൂലിയയും കുന്നിറങ്ങുന്നതിൽ ബദ്ധശ്രദ്ധരാണ്. അവർ തിരിഞ്ഞു നോക്കുന്നതേയില്ല. പക്ഷേ അതാ നതാഷ മലമുകളിൽ മീൽക്കയുടെ അടുത്ത് നിൽക്കുന്നു. അവളെല്ലാം കണ്ടിരിക്കും. എൻ്റെ പരുങ്ങൽ കണ്ട് അവൾ പൊട്ടിച്ചിരിച്ചു. മീൽക്കയുടെ കെട്ടഴിച്ച് അവൾ പുറത്തു കയറി. നതാഷയെ വകവയ്ക്കാതെ മീൽക്ക ഈഷ്കയുടെ ഒപ്പമെത്താനായി മലമുകളിൽ നിന്ന് നേരെ താഴോട്ട് കുതിച്ചു പാഞ്ഞു. മിന്നൽ പോലെ എന്നെ കടന്നു പോകുമ്പോൾ നതാഷയുടെ ചിരി മരവിച്ചു. സർവ്വശക്തിയും ഉപയോഗിച്ച് അവൾ മീൽക്കയുടെ പുറത്ത് അള്ളിപ്പിടിച്ചു. താഴെ വീഴാതിരിക്കാൻ അവൾ വളരെ പണിപ്പെട്ടു. മീൽക്ക ഉദ്വേഗത്തോടെ പാഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അവൾ ഈഷ്കയെയും സോനിയയുടെ പെൺകുതിരയെയും പിന്നിലാക്കി. മലയുടെ അടിയിലെത്താറായപ്പോൾ അവൾ പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞ് തല കുനിച്ചു പിടിച്ചുകൊണ്ട് 4 കാലും പൊക്കിച്ചാടി. ഒരു ചെറിയ ചുവന്ന ഉടുപ്പും നഗ്നമായ 2 കാലുകളും നിസ്സഹായമായി മുകളിലേക്ക് തെറിക്കുന്നത് ഞങ്ങൾ കണ്ടു. നടാഷ തലകുത്തി വീണു. മലയുടെ അടിവാരത്തിലേക്ക് ഉരുണ്ടുപോയി അവളൊരു കുറ്റിക്കാട്ടിൽ മറഞ്ഞു. മീൽക്ക വീട്ടിലേക്ക് കുതിച്ചോടി. ഞങ്ങൾ അടിവാരത്തിലേക്ക് ഓടി. ഒരു വലിയ പാറയുടെ അടുത്ത് നതാഷ ദുഃഖിതയായി ഇരുന്നിരുന്നു.
പൊടി പറ്റിയ മുഖത്ത് കണ്ണുനീരൊഴുകിയതിൻ്റെ ഉണങ്ങിയ പാടുകൾ കാണാമായിരുന്നു. താൻ കരഞ്ഞ കാര്യം ഞങ്ങൾ അറിയരുതെന്ന് അവൾ ആഗ്രഹിച്ചു. ഞങ്ങളത് കണ്ടില്ലെന്ന് ഭാവിച്ചു. മിടുക്കി, സോനിയ പറഞ്ഞു. നീ ഇവിടെ ഇരുന്ന് കരയുകയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പൊട്ടക്കഴുതകൾ, നതാഷ പിറുപിറുത്തു. അവയുടെ പുറത്തു നിന്ന് ആളുകൾ എപ്പോഴും ഊർന്നു വീഴും. മീൽക്കയെ അധികം ലാളിക്കരുതെന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? യൂലിയ ചൊടിച്ചുകൊണ്ട് പറഞ്ഞു. ഈഷ്കയും എപ്പോഴും അനുസരിക്കുന്ന കൂട്ടത്തിലല്ല, എങ്കിലും അവളുടെ പുറത്തുനിന്ന് വീഴുമ്പോഴും വല്ലാതെ വേദനിക്കാറുണ്ട്, അവൾ വ്യക്തമാക്കി. കുതിരകളുടെ പുറത്തുനിന്ന് വീഴുമ്പോൾ വലിയ വേദന തോന്നാത്തത് എന്തുകൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്, ഞാൻ പറഞ്ഞു. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മുട്ടുമെങ്കിലും ഉടൻ തന്നെ എണീക്കാൻ പറ്റും. പക്ഷേ ഇത് കുതിരകൾക്ക് നല്ല പൊക്കമുള്ളത് കൊണ്ടാണ്. വീഴുമ്പോൾ കാറ്റ് നമ്മെ താങ്ങും. പക്ഷെ കഴുതയുടെ പുറത്തുനിന്ന് വീഴുമ്പോൾ നാം നിലത്തോട് കൂടുതൽ അടുത്താണ്. അത് ശരിയാണെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ തട്ടുംപുറത്തു നിന്ന് വീഴുന്നത് കസേരയിൽ നിന്ന് വീഴുന്നതിനേക്കാൾ നിസ്സാരമായിരിക്കുമല്ലോ. അതൊന്നുമല്ല കാര്യം, വളരെ പണിപ്പെട്ട് എണീറ്റുകൊണ്ട് നതാഷ പറഞ്ഞു. അവൾ പാറപ്പുറത്തേക്കാണ് വീണതെന്ന് ഞങ്ങൾ ഊഹിച്ചു. അതൊന്നുമല്ല കാര്യം. താൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നാണെന്ന് വ്യക്തമാക്കാതെ അവൾ ഞൊണ്ടി ഞൊണ്ടി വീട്ടിലേക്ക് നടന്നു. എന്നാൽ അവൾ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മീൽക്ക നികൃഷ്ടയും നന്ദിയില്ലാത്തവളുമായതാണ് കുഴപ്പം. കൈകളിൽ തഴമ്പ് പൊട്ടിയതുകൊണ്ട് പുല്ലുവെട്ട് കുറേ ദിവസത്തേക്ക് നിർത്തിവെക്കാൻ ഞങ്ങൾ നിർബന്ധിതരായി. ഉണങ്ങിയ പുല്ല് ഞങ്ങൾ തുറുവിട്ടു. കഴുതകളുടെ ശീതകാലത്തേക്കുള്ള തീറ്റ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഉണങ്ങിയ വൈക്കോലിൻ്റെ ഒരു വലിയ കൂനയും അതിൻ്റെ പകുതിയോളം വരുന്ന പുല്ലും ഞങ്ങൾ ശേഖരിച്ചു. എന്നാൽ ഞങ്ങളുടെ കൈകളിലെ ആ നശിച്ച തഴമ്പുകൾ എല്ലാം അവതാളത്തിലാക്കി. കാലാവസ്ഥ ഒന്നാന്തരമായിരുന്നു. എന്നിട്ടും ദിവസങ്ങൾ പാഴായിപ്പോയി. സെപ്റ്റംബർ മാസത്തിൻ്റെ മധ്യമായിരുന്നു അത്. പകലിൻ്റെ ചൂട് കുറഞ്ഞു വന്നു. രാത്രി തണുപ്പ് വർദ്ധിച്ചു തുടങ്ങി. വെയിലിന് നല്ല ചൂടുണ്ടായിരുന്നെങ്കിലും ഹിമാനികളിൽ നിന്ന് ശീതക്കാറ്റ് അടിച്ചുകൊണ്ടിരുന്നു. സുന്ദരങ്ങളായ ദിനങ്ങളായിരുന്നു അവ. കാടുകളിൽ ശരത്കാലം എത്തിക്കഴിഞ്ഞു. ആഷ്ബെറികളും ഹാത്തോണുകളും കടും ചുവപ്പ് നിറമാർന്നു. ബീച്ച് മരങ്ങൾക്ക് മഞ്ഞ നിറമായിരുന്നു. ചുരുണ്ട ഹോപ്പ് വള്ളികളുടെ കായ്കൾ കെട്ടുപിണഞ്ഞ് കൊലകളായി തൂങ്ങിക്കിടന്നു. അനേകം ദിവസങ്ങളായി ഞങ്ങൾ സമയം വെറുതെ കളയുകയാണെന്ന് അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി. ശീതകാലത്തേക്ക് എനിക്ക് കുറേ ഹോപ്പ് കായ്കൾ പറിച്ചുകൊണ്ട് വരാമോ, അമ്മ ചോദിച്ചു. ഞാൻ നാളെ കുറേ അപ്പം ചുട്ടുതരാം. ഹോപ്പ് പറിക്കാൻ പോകുമ്പോൾ കൂടെ കൊണ്ടുപോയിക്കോളൂ. പിറ്റേ ദിവസം അതിരാവിലെ ഞങ്ങൾ പുറപ്പെട്ടു. നദീതീരത്ത് കൂടി കുറേ മുകളിലേക്ക് നടന്നാലേ ഹോപ്പുകൾ വളരുന്നയിടത്ത് എത്തുകയുള്ളൂ. അതുകൊണ്ട് വഴിക്ക് മീൻ പിടിക്കാനായി ഞങ്ങളൊരു ചെറിയ വല കയ്യിലെടുത്തിരുന്നു. ദയവ് ചെയ്ത് കയ്യും കാലും ഒടിക്കാതെ തിരിച്ചു വരണം, യാത്രാസമയത്ത് പതിവ് പോലെ അച്ഛനും അമ്മയും ഓർമ്മപ്പെടുത്തി. വഴി കുത്തനെയുള്ളതും കല്ലു നിറഞ്ഞതുമായിരുന്നു. ഒരു പാട്ടും പാടിക്കൊണ്ട് കഴുതകളെ ഒരു പാറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിച്ച് ഞങ്ങൾ ആഹ്ലാദത്തോടെ മല കയറി തുടങ്ങി. കഴുതകളുടെ കുളമ്പുകൾ പാറകളിൽ പതിക്കുന്ന ശബ്ദം മുഴങ്ങി. ഭാഗ്യവശാൽ ഞങ്ങൾ നല്ല ഒരിടം കണ്ടുപിടിച്ചു. അവിടെ ഹോപ്പുകൾ ധാരാളം വളർന്നിരുന്നു. ഞങ്ങൾ ഈഷ്കയെ ഒരു നീളമുള്ള കയറിൽ കെട്ടി മേയാൻ വിട്ടിട്ട് ഭംഗിയുള്ള ഹോപ്പ് വള്ളികൾ തൂങ്ങിക്കിടക്കുന്ന മരങ്ങളിൽ കയറി. നല്ലൊരു കുറ്റിച്ചെടി ഞാൻ കണ്ടുപിടിച്ചു. എന്തുമാത്രം ഹോപ്പുകൾ ഉണ്ടെന്ന് നോക്ക്. ഇവിടെയും ഒരുപാടുണ്ട്. ഇങ്ങോട്ട് വരൂ. അതാ ആ മരം കണ്ടോ? 1 മണിക്കൂറിനകം നമുക്ക് ഒരു ചാക്ക് കായകൾ പറിക്കാം. തുടക്കത്തിൽ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ താമസിയാതെ എല്ലാവരും നിശബ്ദരായി ഹോപ്പ് കായകൾ പറിക്കുന്നതിൽ മുഴുകി. ഹോപ്പ് വള്ളികളിൽ നിന്നും ശ്വാസം മുട്ടിക്കുന്ന രൂക്ഷമായ ഒരു ഗന്ധമുയർന്നിരുന്നു. എൻ്റെ കൈകൾ തളരുന്നതുപോലെ എനിക്ക് തോന്നി. തലയ്ക്ക് വല്ലാത്ത ഭാരം. ഞാൻ ജോലി നിർത്തി ചുറ്റും നോക്കി. ഇടത്തും വലത്തും എൻ്റെ സഹോദരിമാർ മരക്കൊമ്പുകളിലിരുന്ന് അവ കുലുക്കുകയായിരുന്നു. അവരുടെ കൈകളും വളരെ മെല്ലെയാണ് ചലിക്കുന്നതെന്ന് തോന്നി. എനിക്ക് തോന്നുന്നത് പോലെ അവർക്കും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും യൂലിയ ഇരുന്നിരുന്ന കൊമ്പ് മുകളിലേക്ക് പൊങ്ങി. യൂലിയ കുറ്റിക്കാട്ടിലേക്ക് വീണു. പണിപ്പെട്ട് മാന്ദ്യത്തെ അകറ്റി ഞാൻ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ താഴെ ഇറങ്ങി യൂലിയ വീണിടത്തേക്ക് ചെന്നു. അവൾ തറയിൽ കിടക്കുകയായിരുന്നു. ഉറക്കം അവളെ കലശലായി ബാധിച്ചിരുന്നു. യൂലിയ, യൂലിയ, എണീക്ക്, ഞങ്ങൾ അവളെ കുലുക്കി വിളിച്ചു. അവളൊരു തരത്തിൽ എണീറ്റ് നിന്നു. ഞങ്ങൾ അവളെ താങ്ങിപ്പിടിച്ച് കുറ്റിക്കാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. നമുക്ക് താവളത്തിലേക്ക് ഓടിപ്പോകാം. ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് വേഗം പോകാം. ഞങ്ങൾ മരങ്ങളില്ലാത്ത സ്ഥലത്തുകൂടി ഓടി പുഴവക്കത്തെത്തി. മുഖത്ത് വെള്ളം കോരിയൊഴിച്ചു. നമുക്ക് നീന്താം. ആദ്യം നമുക്ക് കുറേ നീന്തി കളിക്കാം, എന്നിട്ട് മീൻ പിടിക്കാം. അത് പാകപ്പെടുത്തി തിന്നിട്ട് മതി ഇനി ആ നശിച്ച ഹോപ്പുകൾ പറിക്കാൻ. എൻ്റെ തല കറങ്ങി. യൂലിയ പറഞ്ഞു. വസ്ത്രങ്ങൾ മാറ്റിയിട്ട് അവളാണ് ആദ്യം വെള്ളത്തിൽ ചാടിയത്. പല്ലുകൾ കൂട്ടിയിടിക്കുകയും ദേഹം തണുത്തു വിറയ്ക്കുകയും ചെയ്യുന്നതുവരെ ഞങ്ങൾ നീന്തി കളിച്ചു. പാറകളുടെ അടിയിലും കുഴികളിലും വലയിട്ടുകൊണ്ട് ഞങ്ങൾ പുഴയിൽ കൂടി മുകളിലോട്ടും താഴോട്ടും സഞ്ചരിച്ചു. തെന്നി വീണ് നഗ്നമായ കാലുകളിൽ പോറലേറ്റു. 5 ചെറിയ മീനാണ് ഞങ്ങൾക്ക് കിട്ടിയത്.
പുഴവക്കത്ത് തീ കൂട്ടി ഞങ്ങൾ ഉള്ളിയും ഉരുളക്കിഴങ്ങും ചേർത്ത് മീൻ പാകം ചെയ്തു. കലത്തിലേക്ക് തന്നെ കൈലുകളിട്ട് ഞങ്ങൾ ആർത്തിയോടെ അത് കോരി തിന്നു. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ രസകരമായ ഒരു ശാസ്ത്രീയ ചർച്ചയിൽ ഞങ്ങൾ ഏർപ്പെട്ടു. വിഷയം ഇതായിരുന്നു: ഈഷ്ക കരയുമ്പോൾ വാൽ പൊക്കുന്നത് എന്തുകൊണ്ടാണ്? വാൽ പിടിച്ചു താഴ്ത്തിയാലുടൻ അവൾ കരച്ചിൽ നിർത്തുമെന്ന് നിങ്ങൾക്കറിയാമോ? വേണ്ടത്ര വായുവില്ലാത്തതാണ് കാരണം എന്ന് എനിക്ക് തോന്നുന്നു. മീൽക്കയും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? ആ സമയത്ത് ഭയങ്കരമായ ഒരു നിലവിളി കേട്ടു. ഞങ്ങൾ ചാടി എണീറ്റ് ശ്രദ്ധിച്ചു. ഈഷ്കയായിരുന്നു അത്. എന്തോ അപകടം പറ്റി, വേഗം വരീൻ. ഈഷ്കയെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നുവല്ലോ. മീൽക്ക അതിനു മുകളിൽ ചുറ്റി നടക്കുകയായിരുന്നു. മീൽക്കയുടെ അടുത്തെത്താനുള്ള ശ്രമത്തിൽ കയർ കുരുങ്ങി ഈഷ്ക അടിയിലേക്ക് ഉരുണ്ടു വീണതുകൊണ്ടാണ് അവൾ കരഞ്ഞത്. കയർ ഒരു കുടുക്കു പോലെ അവളുടെ കഴുത്തിൽ മുറുകിയിരുന്നു. ഒരു കുഴിയുടെ മുകളിൽ തൂങ്ങി നിന്ന് ഈഷ്ക ശ്വാസം മുട്ടി മരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓടിയെത്തിയ ഞങ്ങൾ കണ്ടത്. നുരയും പതയും ഒലിക്കുന്ന വായിൽ നിന്ന് നാക്ക് പുറത്തേക്ക് തള്ളി നിന്നു. ശ്വാസം കിട്ടാനുള്ള ശ്രമത്തിൽ അവൾ കാലുകളിട്ടടിച്ചു. കെട്ടയക്കാൻ ഞങ്ങൾ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും അത് കൂടുതൽ മുറുകുകയാണ് ചെയ്തത്. എന്തു വേണം ദൈവമേ, എന്താണ് ചെയ്യേണ്ടത്? സോനിയ ഈഷ്കയുടെ തല പിടിച്ചുകൊണ്ടിരുന്നു. ഞാനും യൂലിയയും കെട്ടഴിക്കാൻ ആവത് ശ്രമിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. ഈഷ്ക ഞങ്ങളുടെ കൈകളിലിരുന്ന് മരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് നടാഷ വിളിച്ചു പറഞ്ഞത്: എൻ്റെ കത്തി, എൻ്റെ കയ്യിൽ കത്തിയുണ്ട്, ഇതാ. ഉള്ളി മുറിച്ചുകൊണ്ടിരുന്ന കത്തി അപ്പോഴും അവളുടെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ ഈഷ്കയുടെ അവസ്ഥ കണ്ട് പരിഭ്രാന്തരായ ഞങ്ങൾ അക്കാര്യം ഓർത്തില്ല. ഇവിടെത്താ, വേഗം കയർ പിടിച്ചോ. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ഞങ്ങൾ കയർ മുറിച്ചു തുടങ്ങി. കത്തിക്ക് മൂർച്ചയില്ലായിരുന്നുകൊണ്ട് മുറിക്കുന്നതിന് പകരം അറക്കുകയാണത് ചെയ്തത്. കുറെ കൂടി ശക്തിയിൽ, വേഗം. കയറിൽ ഒരു ഞരക്കത്തോടെ കത്തി കയറിക്കൊണ്ടിരുന്നു. അതുറ്റു നോക്കിക്കൊണ്ട് യൂലിയയും നതാഷയും ഇരുന്നു. ഒടുവിൽ കുരുക്ക് അയഞ്ഞു. ഈഷ്ക പുല്ലിൽ തലവെച്ച് ദീർഘമായി ശ്വസിച്ചു. അനേക നിമിഷത്തേക്ക് അവൾ നിശ്ചലയായി കിടന്നു. പിന്നീട് തല കുടഞ്ഞുകൊണ്ട് ചാടി എണീറ്റ് അവൾ മീൽക്കയെ തിരഞ്ഞു. ഹീ ഹ്വാ, ഹീ ഹ്വാ. വാൽ നീട്ടിപ്പിടിച്ചുകൊണ്ട് കനത്ത ആഴത്തിലുള്ള ശബ്ദത്തിൽ ഈഷ്ക വിളിച്ചു. ഹീ ഹ്വാ, ഹീ ഹ്വാ. മീൽക്ക വിളികേട്ടു. ഹോപ്പുകൾ കൊണ്ട് കിരീടമണിഞ്ഞ മീൽക്കയുടെ കുസൃതി തല മലമുകളിൽ നിന്ന് എത്തി നോക്കി. ഹീ ഹ്വാ. മലയിടുക്കിൽ ആഹ്ലാദത്തോടെ അത് മാറ്റൊല്ലിക്കൊണ്ടു.